മീരേ. ഉച്ചത്തിലുള്ള വിളി കേട്ട് മീര തിരിഞ്ഞു നോക്കി. ആഹാ, ശാന്തേച്ചി ആയിരുന്നോ? എൻ്റെ കുഞ്ഞെ, നീ ഇത് എങ്ങോട്ടേക്കായി ഓടുന്നത്? ചേച്ചി ഇപ്പോൾ തന്നെ താമസിച്ചു. ആ കാശിനാഥൻ പോയാൽ പിന്നെ അടുത്ത ബസ് വരണമെങ്കിൽ 10 മണി കഴിയും. അല്ലെങ്കിലേ ഞാൻ താമസിച്ചാണ് ജോലിക്ക് കയറുന്നത്. ആ സൂപ്പർവൈസർ എന്നെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുക. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് മോളെ? എന്തു പറയാനാ ചേച്ചി? അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നീ എത്ര കാലം ഇങ്ങനെ കഴിയും മോളെ? നിനക്കും വേണ്ടേ ഒരു ജീവിതമൊക്കെ? അതൊന്നും ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ചേച്ചി. അപ്പുവിനെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണം. പിന്നെ അമ്മയുടെ ചികിത്സ. അതിനിടയ്ക്ക് ഒരു ഭാരം കൂടെ താങ്ങാൻ വയ്യ. വരുന്നവർക്ക് സ്ത്രീധനം വേണം. എവിടുന്ന് കൊടുക്കാനാ സ്ത്രീധനമൊക്കെ? അതൊക്കെ പോട്ടെ, ചേച്ചിയുടെ മോളുടെ കാര്യം എന്തായി? അവൻ പിന്നെ വന്നോ? ഇല്ല മോളെ, അവൻ ഇതുവരെ വന്നില്ല. കണ്ടപ്പോൾ നല്ല മാന്യൻ. കല്യാണം കഴിഞ്ഞപ്പോൾ ആണ് അറിഞ്ഞത് കള്ളും കഞ്ചാവുമാണെന്ന്. ഇനി എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് ഞാൻ വിടില്ല. നാളെ ഒരു സമയത്ത് അവൻ കഞ്ചാവും വലിച്ചു കയറ്റി എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കില്ലെന്ന് ആര് കണ്ടു? അവളും വേണ്ടെന്നാ പറയുന്നത്. പിന്നെ ഒരു സങ്കടം മോൻ്റെ കാര്യം ആലോചിച്ചാ അവനെ ഈ കല്യാണം നടത്തിയതുപോലും. അവനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ അവൻ്റെ കല്യാണം കഴിയുന്നത് വരെ കുഴപ്പമില്ല. വന്ന് കയറുന്നവൾ മോളെ കുറ്റം പറഞ്ഞ എല്ലാം തീർന്നില്ലേ? ഒന്നും വരില്ല ചേച്ചി. ഇപ്പോൾ അവൾക്കൊരു ജോലിയില്ലേ? അവൾ സുഖമായി ജീവിച്ചോളും. പിന്നെ മുന്നോട്ട് ജീവിക്കാൻ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ലല്ലോ. കല്യാണം കഴിക്കാത്തവരും ജീവിക്കുന്നില്ലേ ചേച്ചി? അവർ സംസാരിച്ച് ബസ് സ്റ്റോപ്പിലെത്താറായപ്പോഴേ കണ്ടു ദൂരെ നിന്ന് സ്പീഡിൽ വരുന്ന കാശിനാഥനെ. ചേച്ചി, ദാ ബസ് വരുന്നുണ്ട്, വേഗം നടക്ക്. ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നതും രണ്ടുപേരും കയറി അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരുന്നു. മോളെ, കണ്ടക്ടർ മാറിയല്ലോ. പുതിയ ആളാണെന്ന് തോന്നുന്നു. കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുത്തു പോയതിന് ശേഷം ശാന്ത മീരയോട് പറഞ്ഞു. പ്രൈവറ്റ് ബസ്സല്ലേ ചേച്ചി? ഇടയ്ക്ക് ആൾ മാറിക്കൊണ്ടേയിരിക്കും. മീരെ, നീ ബാക്കിലിരിക്കുന്ന ആളെ കണ്ടോ? മീര ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഇരിക്കുന്ന അനിതയെ കണ്ട് അവൾ പെട്ടെന്ന് തല തിരിച്ചു. അവളുടെ മട്ടും ഭാവം കണ്ട അവളെ ഉള്ളൂ ഇവിടെ നല്ലതായിട്ട്. കാണിക്കുന്നത് കണ്ട ദൈവം സഹിക്കില്ല. ഇവിടെ ആർക്കും ഒന്നും അറിയില്ലെന്ന അവളുടെ വിചാരം. മീര ഒന്ന് ചിരിച്ചു. ഒന്നുമില്ലെങ്കിൽ അവൾക്ക് ആ 3 കുട്ടികളെ എങ്കിലും നോക്കിക്കൂടെ? പാവം, ആ കുട്ടികൾക്ക് കിട്ടേണ്ടതല്ലേ അവൾ ഇങ്ങനെ തനിച്ചു ഊറ്റുന്നത്? ഞാൻ എന്തോ പറയാനാ ചേച്ചി? ഭാര്യയെയും മക്കളെയും നോക്കി നല്ലതായിട്ട് ജീവിക്കാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇവളില്ലാതെ പറ്റില്ല എന്ന്. എന്നാലും ഇവൾക്കെങ്ങനെ തോന്നിയെന്ന മോളെ എൻ്റെ സംശയം. സ്വന്തം മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ. ഇവൾ അവനെ എടുത്ത് വളർത്തിയതല്ലേ. ആ അവള് അവനെ മറ്റൊരു രീതിയിൽ കണ്ടില്ലേ? ഇങ്ങനെയുമുണ്ട് ചേച്ചി സ്ത്രീകൾ. സ്വന്തം കുറ്റം മറച്ചു വെച്ച് മറ്റുള്ളവരെ കുറ്റം പറയും. ആരും ഒന്നും അറിയില്ലെന്നാണ് അവരുടെ വിചാരം. നീ മിണ്ടുമോ അവളോട്? ഇല്ല ചേച്ചി, ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രം. കണ്ടാലും ഞാൻ മിണ്ടാൻ പോവാറില്ല. ആ ചേച്ചി എൻ്റെ സ്ഥലമെത്തി. ഞാൻ ഇറങ്ങട്ടെ? ശരി മോളെ, പോയിട്ട് വാ. അവർ മീരയെ യാത്രയാക്കി. അവൾ മീര, ഇന്ദിരയുടെയും രാഘവൻ്റെയും മൂത്ത മകൾ. രണ്ടാമത്തെ മകൻ അപ്പു രാഘവന് കൂലിപ്പണിയായിരുന്നു. ഇന്ദിര വീട്ടമ്മയും രാഘവൻ്റെ വരുമാനത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ മക്കളെ പൊന്നുപോലെ വളർത്തി. മീര പഠിക്കാൻ നല്ല മിടുമിടുക്കിയായിരുന്നു. അവൾ +2 പഠിക്കുമ്പോഴാണ് രാഘവൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റി. ഇന്ദിര മാനസികമായി കുറച്ച് അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങി. ആദ്യമൊക്കെ സഹതാപം തോന്നി. ബന്ധുക്കൾ സഹായിച്ചു. പിന്നെ പിന്നെ ആരും തിരിഞ്ഞു നോക്കാതെയായി. അതിനിടയ്ക്ക് തന്നെ മീര ഫസ്റ്റ് ക്ലാസ്സോടെ +2 പാസ്സായി. ഒരു ദിവസം രാത്രി ഇന്ദിര അസുഖം കൂടി ആരും കാണാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. 2 ദിവസം ഒരു വിവരവും ഇല്ലായിരുന്നു. 3-മത്തെ ദിവസം ആരോരുമില്ലാത്തൊരു സ്ത്രീയെ റോഡിൽ വണ്ടി തട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലാക്കി എന്നൊരു വാർത്ത കണ്ട് മീരയും ബന്ധുക്കളും അങ്ങോട്ടേക്ക് പോയി. അത് ഇന്ദിരയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അവർ ഒരേ കിടപ്പിൽ തന്നെയാണ്. അപ്പു ആണേ ഇപ്പോൾ +2 പഠിക്കുന്നു. മീര സിറ്റിയിലുള്ള ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലി നോക്കുന്നു. വീട്ടിലെ അവസ്ഥ കാരണം പരിചയത്തിലുള്ള ഒരാൾ സംഘടിപ്പിച്ചു കൊടുത്തതാണ് ഈ ജോലി. അവൾ കടയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. വീട്ടിലെ അവസ്ഥ കാരണം എന്നും അവൾ താമസിച്ചാണ് ജോലിക്ക് കയറുന്നത്.
അവിടുത്തെ ജോലിക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ആരും അവളെ ഒന്നും പറയാറില്ല. എന്നാൽ പുതിയതായി വന്ന സൂപ്പർവൈസർ ഷീലയ്ക്ക് ഇതൊന്നും അറിയില്ല. അതുമല്ല, അവർക്കിത്തിരി അഹങ്കാരവും കൂടുതലുമാണ്. താമസിച്ചതിന് കാരണം അവൾ പേടിയോടെ കടയിലേക്ക് കയറി. മീര, ഒന്ന് നിന്നേ. ഈശ്വര, ഷീല മാഡം, ഞാൻ പെട്ടല്ലോ, എൻ്റെ കണ്ണ. മീര നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്താ മാഡം? അല്ല, നിനക്കെന്താ ഇവിടെ പ്രത്യേക സമയം വല്ലതുണ്ടോ? ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നതാ നീ ഇങ്ങനെ താമസിച്ചു വരുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ ഇവിടെ വേറെ കുറേ ആൾക്കാരും. അല്ല, നീ എന്താ നിന്റെ സൗന്ദര്യത്തിൽ മയക്കി വെച്ചിരിക്കുവാണോ എല്ലാവരെയും? പറ. കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് കരുതി എന്തും കാണിക്കാമെന്ന് കരുതരുത്. അയ്യോ മാഡം, ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പാ, അതുകൊണ്ടാ താമസിക്കുന്നേ. ഓഹോ, അപ്പം അത് പറഞ്ഞാണ് എല്ലാവരെയും മയക്കി കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. അതെൻ്റെ അടുത്ത് പറ്റില്ല. ഇന്ന് നിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും. നീ ഇന്ന് MTയെ കണ്ടിട്ട് കയറിയാൽ മതി. മാഡം പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, എന്നെ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകരുത്. ഇനി ഞാൻ എന്ന് നേരത്തെ വന്നോളാം. പറ്റില്ല. നീ എൻ്റെ കാല് പിടിച്ചാലും ശരി, നീ സാറിനെ കണ്ടിട്ട് കയറിയാൽ മതി. സാർ ഇതുവരെ വന്നിട്ടില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവർ ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി. മീരേ, പെട്ടെന്ന് അവളുടെ കൂട്ടുകാരി അനു അങ്ങോട്ട് വന്നു. ഡി, ഞങ്ങൾക്കും കുറച്ച് മുന്നേ വഴക്ക് കിട്ടി, തുണി അടുക്കിയത് ശരിയായില്ല എന്നും പറഞ്ഞ്. അനു, സാർ വന്നാൽ എന്നെ പിരിച്ചുവിടില്ലേ? ഞാൻ പിന്നെ എവിടെ ജോലിക്ക് പോകാന്? ഡി, ഒരു കാര്യമുണ്ട്, രാവിലെ കിട്ടിയ വാർത്തയാ. എന്താടി? വിക്രം സാറിൻ്റെ മകനാ ഇനി മുതൽ ഇവിടുത്തെ MT. ഇത്തിരി കർഷക്കാരനാണെന്നാണ് കേട്ടത്. അയാൾക്കൊന്നും അറിയില്ലല്ലോ. വിക്രം സാർ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. അതിൻ്റെ ബലത്തിലാണ് അവർ കിടന്ന് തുള്ളുന്നത്. ഡി, മാഡം വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ എന്നെ കൂടെ ഇവിടെ കണ്ട എൻ്റെ പണിയും കൂടെ പോകും. ഷീല അവൾക്കടുത്തേക്ക് വന്നു. ശരി, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ സാറിനോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ആവർത്തിച്ചാ നീ പിന്നെ ഇവിടെ കാണില്ല, കേട്ടല്ലോ? മീര ശരിയെന്ന് തലയാട്ടി. പൊക്കോ. മീര വേഗം തന്നെ സാരി സെക്ഷനിലേക്ക് പോയി. ഡി, എന്തായി? അനു പതുക്കെ ചോദിച്ചു. ഇന്നൊരു ദിവസത്തേക്ക് എന്നാ പറഞ്ഞത്? ഇന്നെന്തായാലും നീ രക്ഷപ്പെട്ടു. പിന്നെ കടയിൽ നല്ല തിരക്കായി. രണ്ടുപേരും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. മീര കടയിൽ കയറിയപ്പോൾ തൊട്ട് കിട്ടിയ കൂട്ടാണ് അനുവിൻ്റെ. ഒരു തരത്തിൽ പറഞ്ഞ മീരയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നുവരെ പറയാം. മീരയുടെ എല്ലാ കാര്യങ്ങളും അനുവിനും തിരിച്ച് അതുപോലെ തന്നെ അറിയാമായിരുന്നു. മീരെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? പതിവ് പോലെ ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോഴാണ് അനു അവളോട് അത് പറഞ്ഞത്. എന്താടി, നീ ആദ്യം കാര്യം പറയ്, എന്നിട്ട് നോക്കാം ഞാൻ ദേഷ്യപ്പെടണോ വേണ്ടയോ എന്ന്. അനു ഒന്ന് പറയാൻ മടിച്ചു. ഡി, ഞാനിന്ന് നയനയിലാ വന്നത്. അതിൽ ഇന്ന് മനു ഉണ്ടായിരുന്നു. എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു, നിന്നെക്കുറിച്ച് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. അത് നന്നായി. അയാളിപ്പോൾ ഒരു കുടുംബമായി കഴിയുകയല്ലേ. അതിനിടയ്ക്ക് വീണ്ടും എൻ്റെ പേര് വലിച്ചിഴയ്ക്കണ്ട. മീര കഴിക്കുന്നത് നിർത്തി വേഗം എഴുന്നേറ്റു. ഡി, നീ കഴിച്ചില്ലല്ലോ. മതി, ഇപ്പോൾ തന്നെ സമയം പോയി. ഇനി അവർക്ക് ഇതും കൂടെ മതി. നീ വേഗം കഴിച്ചിട്ട് വരാൻ നോക്ക്. മീര അനുവിനോട് പറഞ്ഞ് കൈ കഴുകാനായി പോയി. അനു അവൾ പോകുന്നത് നോക്കിയിരുന്നു. പാവം, എങ്ങനെ സഹിക്കുന്നു എന്തോ. ഇപ്പോൾ അവൾ നേരെ പോയത് ബാത്റൂമിലായിരിക്കും, ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഓക്കെയാണ്. ഓ, പാവത്തിനോട് പറയണ്ടായിരുന്നു. അതെങ്ങനെയാ? മനസ്സിലൊന്നും ഇരിക്കില്ലല്ലോ. എന്തെങ്കിലും അറിഞ്ഞാൽ അത് അവളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും പിന്നെ കാണില്ല, അവൾ സ്വയം ശപിച്ചു. അനുവിന് പിന്നെ ഒരു വറ്റ് ചോറ് പോലും ഇറങ്ങിയില്ല. അവൾ എഴുന്നേറ്റു ബാത്റൂമിലേക്ക് നടന്നു. അവൾ അവിടെ എത്തിയതും മീര ഡോർ തുറന്ന് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. കഴിഞ്ഞോ? മീര എന്താ എന്നുള്ള അർത്ഥത്തിൽ അനുവിനെ നോക്കി. നിന്റെ കരച്ചിൽ കഴിഞ്ഞോ എന്നാണ് ചോദിച്ചത്. ആര് കരഞ്ഞു? നിനക്ക് തോന്നുന്നതാ? ഉവ്വോ, ഞാനിതെന്നും കാണുന്നതല്ലേ. ഒന്ന് പോടി, നീ വേഗം വാ, നമുക്ക് പോകാം. ശരി, ദാ വരുന്നു. രണ്ടുപേരും നേരെ അവരുടെ സെക്ഷനിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ കടയിൽ തിരക്ക് കുറഞ്ഞു. ഇനി തിരക്ക് 5 മണി കഴിഞ്ഞിട്ടാണ്. മീരയും അനുവും നേരത്തെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്ത സാരികൾ മടക്കി വെക്കുന്ന തിരക്കിലാണ്. ഷീല അവരുടെ സെക്ഷനിൽ വന്ന് കുറച്ചു നേരം കറങ്ങി നിന്നു. ഇടയ്ക്കിടയ്ക്ക്
ഇങ്ങനെ വന്നു നോക്കി പോകും. അവർക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമല്ലോ. ഷീല പോയി കഴിഞ്ഞതും അപ്പുറത്ത് കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് മഞ്ജു അങ്ങോട്ടേക്ക് വന്നു. പിള്ളേരെ, നിങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്താ ചേച്ചി? ഞങ്ങളൊന്നും അറിഞ്ഞില്ല, രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. നമ്മുടെ പുതിയ MT വന്നിട്ടുണ്ട്. ആണോ? അനു ആകാംക്ഷയോടെ ചോദിച്ചു. ആ, പേര് ഗോകുല്. കാണാൻ സുന്ദരനാ. ഒന്ന് നോക്കിയാൽ നമ്മുടെ ഭഗത് ഫാസിൽ പോലെ ഇരിക്കും. ആണോ? അത്രയ്ക്ക് സുന്ദരനാണോ? അതെന്നെ. നിങ്ങൾ കഴിക്കാൻ പോയില്ലേ? അപ്പോഴാ വന്നത്. ഇവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ നല്ല സ്നേഹത്തോടൊക്കെയാ പെരുമാറിയേ. ഇനി പോകെ അറിയാം എന്താകുമെന്ന്. മഞ്ജു അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് പോയി. മഞ്ജു എന്ന് പറഞ്ഞിട്ട് പോയതിന് ശേഷം മീരയ്ക്ക് ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല. ഷീല MDയോട് വല്ലതും പറഞ്ഞാൽ അവളുടെ ജോലി പോകും. അവളുടെ അവലാതി അവൾ അനുവിനോട് പറയാതിരുന്നില്ല. ഡി, വെറുതെ പേടിക്കാതെ നമുക്ക് നോക്കാന്നേ. അനു മീരയ്ക്ക് ധൈര്യം നൽകി. പതിവ് പോലെ അന്നത്തെ ദിവസവും കടന്നുപോയി. ഡാ അപ്പു, എണീക്കടാ. എന്താ ചേച്ചി? ഞാൻ കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ. ഡാ, ഇപ്പോൾ തന്നെ താമസിച്ചു. നീ വേഗം പോയി റെഡിയാകാൻ നോക്ക്. അത്രയും പറഞ്ഞ് മീര പോകാനായി തിരിഞ്ഞു. ചേച്ചി, അവൻ മീരയെ വിളിച്ചു. എന്താ അപ്പു? ചേച്ചി, എക്സാം ഫീസ് കൊടുക്കാൻ സമയമായി. ആണോ? ശമ്പളം ഇതുവരെ വന്നില്ല. ഞാൻ നോക്കട്ടെ. ഞാൻ അനുവിനോട് ചോദിച്ചു നോക്കട്ടെ. നാളെ കൊടുക്കാം. ശരി ചേച്ചി. മീര നേരെ അമ്മയ്ക്കരികിലേക്ക് പോയി. അമ്മേ. പോടി, നീ ആരാ? അവർ കാർക്കിച്ച് മീരയുടെ മുഖത്തേക്ക് തുപ്പി. ഇത് എന്നുമുള്ളതായതുകൊണ്ട് മീരയ്ക്ക് സങ്കടമൊന്നും തോന്നിയില്ല. അസുഖം വന്നതിന് ശേഷം ഇങ്ങനെയാണ്. ഒരേ കിടപ്പാണെങ്കിലും എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. മീരയെ മാത്രമേ അടുപ്പിക്കുകയുള്ളൂ. അപ്പുവിനെ കണ്ടാൽ പിന്നെ പൂരമാണ്. അതുകൊണ്ട് അപ്പു അങ്ങോട്ടേക്ക് പോകാറേയില്ല. മീര നല്ല ക്ഷമയോടെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. മലമൂത്ര വിസർജനമെല്ലാം കിടക്കയിൽ തന്നെയാണ്. അവൾ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്നതും ഇതാണ്. അമ്മയെ വൃത്തിയാക്കി കുളിപ്പിച്ച് ഷീറ്റൊക്കെ മാറ്റി വിരിക്കും. അതിനുശേഷം അടുക്കളയിലേക്ക് കയറും. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ തന്നെ സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് ഒരു വെപ്രാളമാണ്. മീരെ, ഇറങ്ങിയോ? ദാ വരുന്നു ശാന്തേച്ചി. മീര വേഗം റെഡിയായി ഇറങ്ങി. ശാന്ത ടൗണിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. രാവിലെ മിക്കവാറും ദിവസങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. ചേച്ചി പോകാം. ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞോ പെണ്ണെ? ഇതെൻ്റെ കടമയല്ലേ ചേച്ചി? രണ്ടുപേരും പുഞ്ചിരിയോടെ ഓരോന്ന് സംസാരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കൃത്യസമയത്ത് തന്നെ കാശിനാഥൻ വന്നു. അവൾ കടയിൽ ചെന്ന് കയറിയപ്പോഴേ കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന ഷീലയെ. ഷീലയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ മീര തലതാഴ്ത്തി നിന്നു. വാ. അവർ അവളെ കൂട്ടി MTയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. മീര അനുസരണയോടെ കൂടെ ചെന്നു. അവൾക്കറിയാം ഇനി ഇവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇന്ന് അവൾ ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും എന്നുറപ്പിച്ചു. സാർ. ഷീല MTയുടെ റൂമിൻ്റെ വാതിൽ മുട്ടി. വരൂ ഷീലെ. ഷീല അകത്തേക്ക് കയറി. എന്താണ്, പറയൂ. സാർ, ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞില്ലേ ഒരു മീര എന്നും ലേറ്റായാണ് വരുന്നതെന്ന്? ആ, ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നും ലേറ്റായാണ് സാർ മീര വന്നത്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നേരത്തെ എത്താറുണ്ട്. ഇവൾ മാത്രമാണ് താമസിക്കുന്നത്. ഓക്കെ, ആ കുട്ടിയോട് അകത്തേക്ക് വരാൻ പറയൂ. ഷീല മീരയെ അകത്തേക്ക് വിളിച്ചു. ഇനി ഷീല പുറത്തേക്ക് നിൽക്കൂ. ഞാനൊന്ന് മീരയോട് സംസാരിക്കട്ടെ. അവർ പുറത്തേക്കിറങ്ങി. മീര തലയും താഴ്ത്തി അങ്ങനെ തന്നെ നിന്നു. ഗോകുൽ കുറച്ചു നേരം മീരയെ നോക്കി. മീര, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഗോകുൽ ചോദിച്ചു. എന്താ സാർ? മീര തലയുയർത്തി MTയെ നോക്കി. ഞാൻ ചോദിച്ചത് ഇയാൾ കേട്ടില്ലേ? കേട്ടു. എന്നാൽ അതിനു മറുപടി തരൂ. അവൾ കണ്ണീരോടെ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. ഓക്കെ, തൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ മറ്റുള്ള സ്റ്റാഫ് പ്രശ്നമുണ്ടാക്കിയാൽ എന്ത് ചെയ്യും? സാർ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റാകുന്നു. ഓക്കെ ശരിയാണ്. ഇനി മുതൽ താൻ ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. എന്താ സാർ? ഞാൻ പറഞ്ഞത് മീരയ്ക്ക് മനസ്സിലായില്ലേ? ഇനി മുതൽ താൻ ഇങ്ങോട്ട് വരേണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? പ്ലീസ് സാർ, എന്നെ പറഞ്ഞു വിടല്ലേ. എൻ്റെ വീട്ടിലെ കാര്യം കഷ്ടത്തിലാകും. അപ്പുവിൻ്റെ പഠിത്തം, അമ്മയുടെ ചികിത്സ എല്ലാം ഞാനാ നോക്കുന്നത്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഡോ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടടോ. തന്നെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. തനിക്ക് പോകാം. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മീരയ്ക്ക് മനസ്സിലായി. അവൾ തിരിഞ്ഞു നടന്നു. മീര ഒന്ന് നിന്ന് അവൾ നിസ്സഹായതയോടെ അതിലേറെ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. തൻ്റെ ശമ്പളം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കാണ്. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഷീര ഒരു പരിഹാസത്തോടെ അവളെ നോക്കി. മീര ഒന്നും മിണ്ടാതെ താഴേക്ക് നടന്നു. മീരയെ കണ്ട അനുവും മറ്റുള്ള സ്റ്റാഫും അങ്ങോട്ട് വന്നു. മീര, സാർ എന്തു
പറഞ്ഞു. എന്തു പറയാൻ, എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ കാണില്ല. അനു ഞെട്ടി മീരയെ നോക്കി. നീ എന്താ പറഞ്ഞേ? അവൾ മീരയെ പിടിച്ചു കുലുക്കി. ഞാൻ പോകുവാ അനു. അയാൾ ഇത്രയ്ക്ക് നീചനാണോ? നീ ഇല്ലാതെ ഞാനുമില്ല. ഞാനും നിന്റെ കൂടെ ഇറങ്ങുക. പക്ഷെ അതിനു മുന്നേ അയാളെ എനിക്കൊന്ന് കാണണം. വേണ്ട അനു, നീ ഒരു പ്രശ്നത്തിനും പോകണ്ട. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നീ എവിടെയാണോ അവിടെ ആയിരിക്കും ഞാനും. അതുകൊണ്ട് ഞാനും ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുക. ഞാൻ അയാളെ കണ്ടിട്ട് ഇപ്പോൾ വരാം. അനു ആരും പറഞ്ഞത് കേൾക്കാതെ മുകളിലേക്ക് പോയി. അനു MTയുടെ റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഗോകുൽ തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന സ്റ്റാഫിനെ കണ്ട് ചോദ്യഭാവത്തിൽ അയാൾ നോക്കി. തനിക്കൊരല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടോ? ഇവിടെ എല്ലാവർക്കും അറിയാം അവളുടെ വീട്ടിലെ ബുദ്ധിമുട്ട്. താനൊക്കെ ഇങ്ങനെ വന്ന് കസാരയിൽ നെളിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നു. സമയത്തിന് ആഹാരം പോലും കഴിക്കാൻ സമയം കിട്ടുന്നില്ല. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പാതിരാത്രിയാകും. വേറെന്തോ ബിസിനസ്സിന് പോയിട്ട് വരുന്ന വഴിയാ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലും. ഇവിടെ ആരും ഇന്ന് വരെ അവൾ താമസിച്ചു വന്നതിന് പരാതി പറഞ്ഞിട്ടില്ല. വിക്രം സാർ പോലും. തൻ്റെ അച്ഛനും അറിയാമായിരുന്നു. തന്നെക്കാളും ഭേദമായിരുന്നു വിക്രം സാർ. പാവം ഒരു പെൺകുട്ടിയുടെ ജോലി കളഞ്ഞില്ലേ? ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജോലിക്ക് നിൽക്കാൻ എനിക്കും താല്പര്യമില്ല. ഞാനും ഇറങ്ങുക. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഗോകുൽ അന്തം വിട്ട് ഒരേ ഇരിപ്പായിരുന്നു. അവൾ പോയതിനു ശേഷം അയാൾ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അനു ബാഗുമെടുത്ത് നേരെ മീരയുടെ അടുത്തേക്ക് ചെന്നു. മീരയെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അനു അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഡേ, നീ എന്തിനാ എൻ്റെ കൂടെ ഇറങ്ങിയത്? നിനക്കെങ്കിലും അവിടെ നിൽക്കാമായിരുന്നില്ലേ? നീ എവിടെയാണോ അവിടെ ആയിരിക്കും ഞാനും. കടയിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും ഗാന്ധി പാർക്കിലേക്കാണ് പോയത്. അവിടെ ആളൊഴിഞ്ഞ മരത്തിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു രണ്ടുപേരും. എനിക്കറിയാമായിരുന്നു പെണ്ണെ, ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും നേരിടാൻ തന്നെയാ ഞാൻ വന്നത്. നീ സങ്കടപ്പെടാതെ. ഇവിടെ അയാളുടെ കട മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയുമില്ലേ? നമുക്കിന്ന് എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങാം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ല പറയാറ്. അപ്പോൾ നമുക്കൊന്ന് മുട്ടി നോക്കാം. 5 വർഷമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലെവിടെയോ ഒരു നീറ്റൽ പോലെ. എനിക്കൊരു നീറ്റലുമില്ല. ആ പെണ്ണും പിള്ള വന്നതിന് ശേഷം ഒന്ന് നേരെ ചൊവ്വെ കഴിക്കാൻ കൂടി പറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ എങ്ങനെയും അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. എന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നീ വാ. രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് നടന്നു. ഡി, നിനക്ക് കടല വേണോ? വഴിയോരത്ത് ഒരു സൈഡിൽ കടല വിൽക്കുന്നത് കണ്ട് അനു മീരയോട് ചോദിച്ചു. അല്ലേൽ നിന്നോടെന്തിനാ ചോദിക്കുന്നേ? നിനക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നീ വേണ്ടെന്നല്ലേ പറയൂ. ഞാൻ തന്നെ വാങ്ങിക്കോളാം. അവൾ നേരെ കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോയി. ചേട്ടാ, 2 കടലപ്പൊതി. അയാൾ കടല പൊതിഞ്ഞ് അനുവിൻ്റെ കയ്യിൽ കൊടുത്തു. എത്രയായി? 20 രൂപ. അവൾ പേഴ്സ് തുറന്ന് 20 രൂപയെടുത്ത് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് കടലയുമായി മീരയുടെ അടുത്തേക്ക് നടന്നു. ഒരു പൊതി മീരയുടെ നേർക്ക് നീട്ടി. ഒന്ന് മതിയായിരുന്നല്ലോ. അതിന് നീയല്ലല്ലോ വാങ്ങിച്ചത്, ഞാനല്ലേ. നീ ഇത് പിടിക്ക്. അവൾ കടല മീരയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. വാ, നടക്ക്. രണ്ടുപേരും ഫുട്പാത്തിൽ കൂടെ ഓരോന്നും പറഞ്ഞു നടന്നു. അനു കടല ഓരോന്നായി തോല് കളഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നു. ഡി, ആളുകളെല്ലാം നോക്കുന്നു. നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ? അതിന് നിനക്കെന്താ? അവരുടെ കടലല്ലല്ലോ ഞാൻ തിന്നുന്നത്. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. നിനക്ക് വേണമെങ്കിൽ കഴിക്ക്. ഇല്ലെങ്കിൽ നാണക്കേടാണെന്ന് വിചാരിച്ച് ബാഗിനകത്ത് വെച്ച് പൂട്ടി വീട്ടിൽ കൊണ്ടുപോയി ആരും കാണാതെ ഒളിച്ചിരുന്ന് കഴിച്ചോ. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വാങ്ങിയത് ഞാൻ കഴിക്കും. ഇല്ലേ, ഈ നോക്കുന്നവർക്ക് വേണമെങ്കിൽ 1 2 കൊടുക്കാം. എന്താ? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അവർ സീബ്ര ക്രോസ് ലൈൻ കൂടെ കടന്ന് റോഡിനപ്പുറത്തേക്കെത്തി. അവിടെ കണ്ട 1 2 കടയിൽ കയറി അന്വേഷിച്ചു. അവിടെയെങ്ങും ആളെ വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ നടന്നു പോയപ്പോൾ ഒരു കടയിൽ സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ടെന്ന ബോർഡ് കണ്ടു. രണ്ടുപേരും അങ്ങോട്ടേക്ക് കയറി. അവിടെ ചെന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നമ്പറും വാങ്ങി പുറത്തിറങ്ങി. ഡി, ഇതെന്തായാലും കൊള്ളാം. 10:30 കയറിയാൽ മതി. പിന്നെ എത്തുന്നത് കുറച്ച് ലേറ്റാകുമെന്ന് മാത്രം. അതെന്തായാലും സാരമില്ല. നിനക്ക് വെപ്രാളപ്പെട്ട് ഓടണ്ടല്ലോ. പിന്നെ വലിയ ജോലിയൊന്നുമില്ല. തിരക്ക് വരുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. ശമ്പളവും കുഴപ്പമില്ല. നമുക്കിവിടെ തന്നെ മതി. ഇന്ന് തീയതി 25 അപ്പോൾ നമുക്ക് 1-ാം തീയതി മുതൽ കയറാം. എന്താ? മതിയെടി. എന്നവാ, ഇപ്പോൾ തന്നെ നമുക്ക് ചെന്ന് പറഞ്ഞിട്ട് വരാം. രണ്ടുപേരും കടയ്ക്കകത്തേക്ക് കയറി കാര്യം പറഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ പുറത്തിറങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി? നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്താത്തതായിട്ട് ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിച്ചാലോ? നമുക്ക് ഓരോ ഷാർജ കുടിക്കാം. എന്താ? മീര സന്തോഷത്തോടെ തലയാട്ടി. രണ്ടുപേരും ഷാർജ കടയിലേക്ക് കയറി 2 ചോക്ലേറ്റ് ഷാർജയ്ക്ക് ഓർഡർ കൊടുത്തു. അല്ല, എനിക്കൊരു സംശയം. ഞാനില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു പെണ്ണെ? വീട്ടിൽ പോയി ഒരു മൂലക്കിരുന്ന് കരയുമായിരുന്നു അല്ലേ? അനു മീരയെ നോക്കി താടിക്ക് കയ്യും ഊന്നി കളിയാക്കി ചോദിച്ചു.
പോ പെണ്ണെ, ഡീ നോക്കിയേ, ദേ ആ ചെക്കൻ നിന്നെ തന്നെ നോക്കുക. കുറച്ച് അപ്പുറത്തായി ഇരുന്ന് ഷാർജ കുടിക്കുന്ന 2 ചെറുക്കന്മാർ മീരയെ തന്നെ നോക്കുന്നത് കണ്ട് അനു പറഞ്ഞു. ഡീ അവർ നോക്കട്ടെ, നീ മിണ്ടാതിരിക്കു പെണ്ണെ. അവർക്ക് നോക്കണമെങ്കിൽ നമുക്ക് നോക്കാമല്ലോ, ഞാനും നോക്കും, നീ പൊടി. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഷാർജ വെയിറ്റർ കൊണ്ടുവന്നു കൊടുത്തു. രണ്ടുപേരും ഓരോ കളി തമാശയും പറഞ്ഞ് ചിരിച്ച് ഷാർജ കുടിച്ച് തീർത്ത് പൈസയും കൊടുത്ത് പുറത്തിറങ്ങി. ഡി, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുക, അമ്മയെ ഒന്ന് കാണണം, കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എന്നാ വാ, വീട്ടിലേക്ക് പോവാം. രണ്ടുപേരും മീരയുടെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി. മീരെ, ഡി നോക്ക്, മനു. നീ മിണ്ടാതിരിക്കാനോ, എനിക്ക് അയാളെ കാണണ്ട. അതെങ്ങനെയാ പെണ്ണെ, അയാൾ നമ്മളെ കണ്ടില്ലേ? കഷ്ടകാലത്തിന് ഇതിൽ തന്നെ വന്ന് കയറാൻ തോന്നിയത്. മീര പിറുപിറുത്തു. കുറച്ച് കഴിഞ്ഞതും ബസ്സിൽ നല്ല തിരക്കായി. അതുകൊണ്ട് മനുവിന് അവൾക്കടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. അവൾക്കും അതൊരാശ്വാസമായിരുന്നു. വീണ്ടും അയാളോട് സംസാരിച്ചാൽ കഴിഞ്ഞതു പോയതൊക്കെ ഓർമ്മ വരും. ഇനി അതൊന്നും ഓർക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല. നല്ല കാര്യങ്ങളൊന്നുമല്ലല്ലോ. അവർക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയതും രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങി. ഒന്നും മിണ്ടാതെ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ പോയി അനു മീരയുടെ അമ്മയെ കണ്ടു. കുറച്ചു നേരം അവളുടെ കൂടെ കൂടി അവളെ സഹായിച്ചു. ഡി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു അല്ലേ പെണ്ണെ? അനു മീരയോട് ചോദിച്ചു. കുറച്ച് നാളായില്ലേ നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ട്, അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. ആ, അതെന്തായാലും ആവട്ടെ, നമുക്ക് 1-ാം തീയതി പുതിയ കടയിൽ വെച്ച് കാണാം, എന്താ? അതേടി, എന്നാ ഇനി യാത്ര പറച്ചിലില്ല. അനു തിരിഞ്ഞു നടന്നു. അനു അകന്നു പോകുന്നതും നോക്കി മീര അങ്ങനെ നിന്നു. അവൾ അകന്നു പോയപ്പോൾ പെട്ടെന്നെന്തോ ഒരു സങ്കടം പോലെ തോന്നി മീരയ്ക്ക്. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. രാവിലെ മീര തിരക്കിട്ട പണിയിലായിരുന്നു. അപ്പു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവന് ചോറ് കെട്ടണം. ചേച്ചി റെഡിയായോ? ആയടാ, ദാ വരുന്നു. അവൻ അപ്പുവിനുള്ള ചോറ് പൊതിയും എടുത്ത് ഹാളിലേക്ക് വന്നു. ചേച്ചി, ഫീസ് ഇന്ന് അവസാന ഡേറ്റാണ്. ഉണ്ടടാ, നീ ടെൻഷനാകണ്ട. അവൾ അവൻ്റെ നേർക്ക് 500-ൻ്റെ 4 നോട്ട് നീട്ടി. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി ബാഗിൽ വെച്ചു. ചോറ് പൊതി എടുത്ത് ബാഗിൽ വെച്ച് അവൻ സ്കൂളിൽ പോകാനായി ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി കുറച്ചു നേരം അവൾ നിന്നു. അതിനുശേഷം അമ്മയോട് ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആളില്ലേ? ഇത് മീരയുടെ വീടല്ലേ? പുറത്ത് ആരുടെയോ വിളി കേട്ട് മീര പുറത്തേക്ക് ചെന്നു. പുറത്ത് നിൽക്കുന്ന ആളെ കണ്ട് മീര ഒന്ന് ഞെട്ടി. അയ്യോ, സാറോ? വരൂ സാർ. അവൾ ഗോകുലിനെ അകത്തേക്ക് ക്ഷണിച്ചു. സാറെന്താ വന്നത്? അതെന്താ മീരേ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അതല്ല സാർ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാറിൻ്റെ വീട് പോലെ വലിയ വീടൊന്നുമല്ല, അതാ. എനിക്കും ഇതുപോലുള്ള ചെറിയ വീടൊക്കെയാണ് ഇഷ്ടം. പിന്നെ ജനിച്ചപ്പോഴേ അതുപോലുള്ള വീട്ടിൽ അല്ലേ, അതാ. തൻ്റെ അമ്മ എവിടെ? അകത്താ. സാറ് നല്ല ഉറക്കത്തിലാ. ഉണർന്നാൽ പിന്നെ ശരിയാവില്ല, ഓരോ പിച്ചും പേയും പറയാൻ തുടങ്ങും. ഞാനൊന്ന് അമ്മയെ കണ്ടോട്ടെ? വരൂ സർ. അവൾ അയാളെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. എനിക്ക് മീരയോട് കുറച്ച് സംസാരിക്കണം, ഒന്ന് പുറത്തേക്ക് വരുമോ? അമ്മയെ കണ്ടതിന് ശേഷം ഗോകുൽ മീരയോട് പറഞ്ഞു. രണ്ടുപേരും പുറത്തേക്കിറങ്ങി. എന്താ സാർ, പറയൂ. എനിക്കിതെങ്ങനെ തന്നോട് പറയണമെന്നറിയില്ല. എന്നെക്കുറിച്ച് തനിക്ക് എന്തറിയാം? വിക്രം സാറിൻ്റെ മകനാണെന്നറിയാം. പിന്നെ സാറിന് ഒരു മകനുണ്ടെന്നും അറിയാം. എൻ്റെ മോനിപ്പോൾ 4 മാസം കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിന് ഇതുവരെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. വീണ അവൾ മോനെ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നെയും മോനെയും തനിച്ചാക്കി പോയതാണ്. ക്യാൻസറായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു. മോന് പ്രഗ്നൻ്റ് ആയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മോനെ പ്രസവിച്ച് അവളും പോയി. പക്ഷേ ഇപ്പോൾ അവനൊരമ്മയുടെ ആവശ്യമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതായി. വീട്ടിൽ അവനെ നോക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല. അവനെ നോക്കാൻ ഒരാളെ വെക്കണമെന്ന് വെച്ചാൽ വരുന്നവർ എൻ്റെ മോനെ എങ്ങനെ നോക്കുമെന്നും അറിയില്ല. അവന് സ്വന്തം മോനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ വേണം. അപ്പോഴച്ഛൻ എന്നോട് തൻ്റെ കാര്യം പറഞ്ഞത്. തന്നോട് വന്ന് സംസാരിക്കാനും പറഞ്ഞു. ഒരു ജോലിക്കാരിയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ ജീവിതം കളയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മോന് ഒരമ്മയായിട്ട് വരുമോ? തൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അനിയൻ്റെ പഠിപ്പും പിന്നെ അമ്മയുടെ ചികിത്സയും എല്ലാം. പിന്നെ തനിക്ക് എന്ത് വേണോ അതും തരാം. പക്ഷേ പകരം എൻ്റെ മോന് ഒരമ്മയായി നീ വരണം. മീര ഒരു നിമിഷം പകച്ചു നിന്നു. സാർ എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. പ്ലീസ് സാർ, ഇപ്പോൾ ഇവിടെ നിന്ന് പോകൂ. അവൾ അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി വാതിലടച്ചു. ഗോകുൽ കുറച്ചു നേരം കൂടെ അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു. അവൻ കാറിൽ കയറി കുറച്ചു ദൂരം കഴിഞ്ഞതും അനുവിനെ കണ്ട് പെട്ടെന്ന് കാർ ഒരു സൈഡിലേക്ക് നിർത്തിയിറങ്ങി. പെട്ടെന്ന് മുന്നിൽ ഗോകുലിനെ കണ്ടപ്പോൾ അനു ഒന്ന്
പരുങ്ങി. "അല്ല മേഡം, എങ്ങോട്ടാ?" "ഞാൻ മീരയുടെ വീട്ടിലേക്കാ." "എന്തായിരുന്നു ഇന്നലത്തെ പ്രകടനം?" "അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരിക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറുള്ളവൾ." "അല്ല, സാറെന്താ ഇവിടെ? എവിടെ പോയിട്ട് വരുവാ?" "ഞാൻ തൻ്റെ കൂട്ടുകാരിയെ ഒന്ന് കാണാൻ പോയതാ." "എന്തിന്?" "അല്ല, താൻ അങ്ങോട്ടല്ലേ പോകുന്നത്? താൻ തന്നെ ചോദിച്ചോ. തൻ്റെ കൂട്ടുകാരിയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ താൻ അവളെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കണം. എന്നാ ഞാൻ പോട്ടെ. ആ പിന്നെ, താൻ അവളോട് സംസാരിച്ചിട്ട് എന്നെ വന്നൊന്ന് കാണണേ." "ശരി സാർ." ഗൂഗിൾ പോയതും അനുവിന് ആശങ്കയായി. എന്നാലും എന്തായിരിക്കും അയാൾ മീരയോട് പറഞ്ഞത്? എന്തായാലും അവളോട് തന്നെ ചോദിച്ചു നോക്കാം. അവൾ വേഗത്തിൽ മീരയുടെ വീട്ടിലേക്ക് നടന്നു. "മീരേ, മീരേ!" അവൾ കതകിൽ തട്ടി വിളിച്ചു. "അല്ല, നീ എന്താ ഒന്നും പറയാതെ വന്നേ?" കതക് തുറന്ന് പുറത്ത് വന്നപ്പോൾ അനുവിനെ കണ്ടതും അവൾ ചോദിച്ചു. "അതെന്താ, എനിക്കിവിടെ വന്നൂടെ?" "ഓ, വരാലോ. വീട്ടിലിരുന്നപ്പോൾ ഒരു സമാധാനവുമില്ല, അതാ ഇങ്ങ് പോന്നത്." "അല്ല, അതൊക്കെ പോട്ടെ, ഗൂഗിൾ സാർ എന്തിനാ വന്നത്?" "ഏയ്, അതൊന്നുമില്ല. എന്നെ കടയിൽ തിരിച്ചു വിളിക്കാൻ വന്നതാ." അവൾ വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. "തിരിച്ചു വിളിക്കണോ? എന്നിട്ട് അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്. നീ കണ്ടോ? എന്നിട്ട് നിന്നോടെന്താ പറഞ്ഞത്? സത്യം പറ മീരെ, നിന്നോടെന്താ അയാൾ പറഞ്ഞത്?" അത് നീ പറയുന്നുണ്ടോ, അതോ ഞാൻ തന്നെ പോയി ചോദിക്കണോ?" "അയ്യോ വേണ്ട, ഞാൻ തന്നെ പറയാം." അവൾ വള്ളിപുള്ളി തെറ്റാതെ ഗൂഗിൾ പറഞ്ഞ കാര്യം അവളോട് പറഞ്ഞു. അവൾ വിശ്വാസം വരാതെ അങ്ങനെ സ്റ്റക്കായിരുന്നു. "അനു!" മീര അനുവിനെ കുലുക്കി വിളിച്ചു. "നീ പറഞ്ഞത് സത്യമാണോ?" "അതെ." "അപ്പോൾ കോളടിച്ചല്ലോ മോളെ. നീ എന്തൊക്കെയാ അനു പറയുന്നേ?" "എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു." എന്താ? നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞോ?" "അതെ." "നിനക്കെന്താ പെണ്ണെ, വട്ടാണോ? ഇങ്ങനെ ഒരു സൗഭാഗ്യം മുന്നിൽ വെച്ച് നീട്ടിയപ്പോൾ തട്ടിക്കളയാൻ? എന്താണു നീ ഇങ്ങനെ? നിനക്കെല്ലാം അറിയുന്നതല്ലേ. അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്കൊരാളെ ചതിക്കാൻ പറ്റില്ല." "ഓ, ഒരു പുണ്യാവളതി. അതിന് അയാളോട് ആദ്യത്തെ കല്യാണമൊന്നും അല്ലല്ലോ, രണ്ടാമത്തെ അല്ലേ. അയാളോടത് തുറന്നു പറഞ്ഞാൽ പോരെ?" "വേണ്ടാനു, അത് ശരിയാവില്ല." "അല്ല, അപ്പോൾ നീ ഇങ്ങനെ മൂത്ത് നരിച്ച് ഇവിടെ ഇങ്ങനെ തന്നെ കഴിയാനാണോ ഭാവം?" "എനിക്കറിയില്ല. എനിക്കിനി ഒരു ജീവിതം വേണ്ട. പോകുന്നിടത്തോളം ഇങ്ങനെ അങ്ങ് പോട്ടെ." "പറ്റില്ല മീരെ, നീ ഇത് സമ്മതിച്ചേ പറ്റൂ. ആ കുഞ്ഞിന് ഒരു അമ്മ വേണ്ടേ? അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ വന്നത്. ഇനി എന്ത് വന്നാലും ഞാൻ ഇതിന് സമ്മതിക്കില്ലാനു." "ശരി, എന്നാൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇതോടെ ഇവിടെ തീർന്നു. കേട്ടല്ലോ." അനു പുറത്തേക്ക് ഇറങ്ങി നടന്നു. "ഡീ അനു, ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ." "വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട." മീര വിളിച്ചിട്ടും നിൽക്കാതെ അവൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോൾ അനു ഒന്ന് ആലോചിച്ച് നിന്നു. ഗൂഗിൾ സാറിനെ ഒന്ന് പോയി കണ്ടാലോ? സത്യം എന്താണെന്ന് സാറിനോട് പറയാം. എല്ലാം അറിഞ്ഞിട്ടും അവളെ സാർ സ്വീകരിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം സേഫാവും. പിന്നെ അവൾ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. നേരെ സിറ്റിയിലേക്കുള്ള ബസ്സിൽ കയറി നേരെ കടയിലേക്ക് പോയി. അനു അവിടെ ചെന്നപ്പോഴേ കണ്ടു ഷീല മറ്റുള്ള സ്റ്റാഫിനോട് എന്തൊക്കെയോ പറയുന്നത്. "ഓ, പെണ്ണും പിള്ള താഴെ തന്നെ ഉണ്ടല്ലോ. അല്ല, നീ എന്താ ഇവിടെ? നീ ഇവിടുന്ന് വാരിക്കെട്ടി പോയതല്ലേ?" "അല്ല, എനിക്കിവിടെ വരാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ വന്നത് സാറ് പറഞ്ഞിട്ടാണ്." "അങ്ങനെ സാറ് പറയാൻ വഴിയില്ലല്ലോ." "അതൊന്നും എനിക്കറിയില്ല. മാഡം സാറിനോട് തന്നെ വിളിച്ചു ചോദിക്കേ." ഷീല ഒരു സംശയത്തോടെ ഫോണെടുത്ത് ഗോകുലിനെ വിളിച്ചു. "സാർ, ഇവിടെ ആ അനു വന്നിട്ടുണ്ട്." "അനു വന്നോ? ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ കുട്ടിയോട് അവിടെ നിൽക്കാൻ പറയൂ, ഞാൻ അങ്ങോട്ടേക്ക് വരാം." അവർ ഫോൺ കട്ട് ചെയ്ത് അനുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ എന്താണ് കണ്ണുകൊണ്ട് ചോദിച്ചു. "നീ സാറിനെ എന്തു പറഞ്ഞാടി മയക്കിയെടുത്തിട്ടുള്ളത്? സാറ് നിന്നെ കാണാൻ ഇങ്ങോട്ട് വരാൻ മാത്രം എന്ത് ബന്ധമാ നിങ്ങൾ തമ്മിൽ?" "ഞാൻ ആദ്യം കരുതിയത് നിൻ്റെ മറ്റേ സുന്ദരിക്കോതയില്ലേ, അവളായിരിക്കും സാറിനെ മയക്കാൻ പോകുന്നത് എന്നാണ്. നിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല." "ദേ പെണ്ണുപിള്ളെ, നിങ്ങൾ കരുതിയിരുന്നോ? നിങ്ങൾ ഇതിനകത്ത് അധിക കാലം വാഴില്ല. നിങ്ങൾ എവിടുന്ന് പടിയിറക്കാൻ പറ്റിയ ഒരാൾ ഉടനെ ഇവിടെ വരും, നോക്കിക്കോ. അപ്പോൾ ഈ ജാടയൊക്കെ അന്ന് തീരും." അനു അവർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചു. "എന്താ ഇവിടെ?" ഗൂഗിൾ അങ്ങോട്ടേക്ക് വന്നു. "സാർ, ഇവൾ ഇവിടെ കയറി വന്ന് എന്നെ അനാവശ്യം പറയുന്നു." ഷീല അനുവിനെ കുറ്റപ്പെടുത്തി. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഷീലയ്ക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ?" "അല്ല സാർ, ഞാൻ..." "മതി." ഗൂഗിൾ കൈ ഉയർത്തി തടഞ്ഞു. "അനു വരൂ, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം." "ഓക്കെ സാർ." "ഇതിപ്പോൾ ഇവിടെ എന്താ നടക്കുന്നേ?" മറ്റുള്ള സ്റ്റാഫെല്ലാം അതിശയത്തോടെ നോക്കി നിന്നു. അനു മറ്റുള്ളവരെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ഗൂഗിളിൻ്റെ പിറകെ പോയി. "അനുവിന് കാറിൽ എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ?" "അല്ല, ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയാവില്ല, അതാ. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാം." "ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സാർ." ഗൂഗിൾ ബാക്കിലെ ഡോർ തുറന്നു കൊടുത്തു. അനു കാറിനകത്തേക്ക് കയറി. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്കും അവൻ അടുത്തുള്ളൊരു പാർക്കിലേക്ക് വണ്ടി വിട്ടു. പാർക്കിലെത്തി അധികം ആൾക്കാരില്ലാത്തൊരു സ്ഥലത്തായി അവൻ ഇരുന്നു. പറഞ്ഞു അനു." മീര എന്തു പറഞ്ഞു?" "സാർ, ആദ്യം എനിക്കിത് കേട്ടപ്പോൾ വിശ്വാസമായില്ല. എൻ്റെ ഭാര്യ വീണ മീരയെപ്പോലെ ഒരു പാവമായിരുന്നു.
ഒരു ശാന്ത സ്വഭാവക്കാരി. അതുപോലെ ഒരാളെയാണ് എൻ്റെ കുഞ്ഞിന് അമ്മയായി വരേണ്ടത്. അതാ ഞാൻ മീരയോട് സംസാരിച്ചു. പക്ഷെ അവൾക്ക് സമ്മതമല്ലെന്നാ പറഞ്ഞത്. ഞാൻ അവളോട് പിണങ്ങി ഇറങ്ങി വരുന്ന വഴിയാ സാർ. സാരമില്ലടോ, ഒരാളെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ ഇത്. അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട. സാർ, അങ്ങനെയല്ല, അവൾ ഇത് സമ്മതിക്കുമായിരുന്നു. പക്ഷേ എന്താടോ? എന്താണെങ്കിലും ഞാൻ സോൾവ് ചെയ്യാം. അവൾക്ക് കടം വല്ലതുമുണ്ടോ? അതോ അനിയൻ്റെ പഠിപ്പും അമ്മയുടെയും? അതാണോ? അവരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവളുടെ കടവും ഞാൻ തീർത്തോളാം. പക്ഷേ അതൊന്നുമല്ല സാർ. എന്തായാലും താൻ പറയടോ. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം. സാർ, ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം കേട്ട് കഴിഞ്ഞ് സാർ അവളെ വെറുക്കരുത്. ഏതൊരു പുരുഷനും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് പരിശുദ്ധി ഉണ്ടാവണം എന്ന് മനസ്സിൽ കരുതില്ലേ? എന്നാൽ അവൾക്ക് ആ പരിശുദ്ധിയില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. പറയാം സാർ, ഞാനെല്ലാം പറയാം. അത് കേട്ടിട്ട് സാർ തന്നെ ഒരു തീരുമാനമെടുത്തോ. ഞാനും അവളും തമ്മിൽ 5 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. അവൾ കടയിൽ വന്നപ്പോൾ ഞാനും അവളുമായിട്ട് കൂട്ടായി. അവളുടെ എല്ലാ കാര്യവും എന്നോട് പറയുമായിരുന്നു. അവൾ എന്നും കടയിലേക്ക് സ്ഥിരം വരുന്നത് നയന ബസ്സിലായിരുന്നു. അതിലെ കണ്ടക്ടർ മനുവിന് അവളെ ഇഷ്ടമായിരുന്നു. ആദ്യമെല്ലാം അവൾക്കും അയാളോട് ഒരടുപ്പം തോന്നിയില്ല. എന്നാൽ പോകെ പോകെ അവളുടെ ഒറ്റപ്പെടലിന് ഒരു കൂട്ട് കിട്ടിയതുപോലെ അവൾക്ക് തോന്നി. ആദ്യം അത് ഫ്രണ്ട്ഷിപ്പായി, പിന്നെ അത് വളർന്ന് പ്രണയത്തിലേക്ക് വഴിമാറി. അന്ന് എനിക്കും തോന്നിയിരുന്നു അയാളുടെ സ്നേഹം സത്യമാണെന്ന്. കാരണം അവളെ ഞാൻ സന്തോഷത്തോടെ കാണുന്നത് മനുവിൻ്റെ കൂടെയായിരുന്നു. എന്നും ഫോൺ വിളി പതിവായി. അവളെ അയാൾ കെട്ടിക്കോളാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ഒരു ദിവസം അയാൾ അവളുടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. അപ്പു അവിടെ ഇല്ലായിരുന്നു. അന്ന് അയാൾ ബലമായി അവളെ സ്വന്തമാക്കി. പിറ്റേന്ന് കടയിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ അവളെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഞാൻ അയാളോട് ഉടനെ അവളെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. വീട്ടിൽ പറഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനമെടുക്കാം എന്നും വാക്ക് തന്നു. ഇനി ഇങ്ങനൊരു അബദ്ധം പറ്റില്ലെന്ന് ഞാൻ അവൾക്ക് താക്കീത് നൽകി. വീണ്ടും അയാൾ ഇതുപോലെ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. ഒരു ദിവസം മനുവിനെ അന്വേഷിച്ച് ഒരു പെണ്ണ് ബസ്സിൽ വന്നു. അന്ന് അയാൾ ബസ്സിലില്ലായിരുന്നു. മീര ഒരു സംശയം തോന്നി ഡ്രൈവറോട് ചോദിച്ചു. ആ പെണ്ണും മനുവുമായി സ്നേഹത്തിലായിരുന്നുവെന്നും ഇപ്പോൾ ആ പെണ്ണ് 2 മാസം ഗർഭിണിയാണെന്നും കൂടി കേട്ടപ്പോൾ അവൾ ആകെ തകർന്നു പോയി. അവൾ മനുവിനെ കുറേ ഫോൺ ചെയ്തു. കിട്ടിയില്ല. തുടരെ കുറച്ചു ദിവസം അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ മീരയെ കാണാൻ വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മനു മീരയെ കാണാൻ ചെന്നു. മനുവേട്ടൻ എന്നെ ചതിക്കുമായിരുന്നല്ലേ? മനുവിനെ കണ്ടയുടൻ മീരൻ ചോദിച്ചു. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കും മീരെ. ഇനി ഞാൻ എന്ത് വിശ്വസിക്കണമെന്നാ മനുവേട്ടൻ പറയുന്നത്? ഞാൻ കൺമുന്നിൽ കണ്ടത് സത്യമല്ലെന്നാണോ? നീ കണ്ടത് സത്യം തന്നെയാണ്. പക്ഷേ ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. അത് എൻ്റെ ഏട്ടൻ മനോജാണ്. മീര അന്തം വിട്ടു നിന്നു. മീരെ, നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല പൊന്നെ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മനോജേട്ടനും സംഗീതയും തമ്മിൽ സ്നേഹത്തിലാണ്. മനോജേട്ടൻ്റെ കുഞ്ഞാണ് സംഗീതയുടെ വയറ്റിൽ. പക്ഷേ സംഗീതയെ മനോജേട്ടന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അവളുടെ ഭർത്താവ് ഗൾഫിലാണ്. അവർക്കൊരു മകൻ കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഏട്ടൻ കിട്ടും? പിന്നെ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വരാതിരുന്നത്, ഞാൻ ഏട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ. അവളുടെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. സത്യമാണോ? അതേ മുത്തേ. മീര മനുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നാലും ആ കുഞ്ഞിനെ കളയണ്ടായിരുന്നു. അത് കളഞ്ഞില്ലെങ്കിൽ ഇരു വീട്ടിലും പ്രശ്നം നടക്കും. അവളുടെ ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അയാളുടെ കുഞ്ഞാണെന്നെങ്കിലും പറയാമായിരുന്നു. ഏട്ടന് അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിച്ചാൽ പോരായിരുന്നു? അതൊന്നും നടക്കുന്ന കാര്യമല്ല മീരെ. അങ്ങനെ അവരുടെ സ്നേഹം വീണ്ടും പൂത്തുലഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മീരയുടെ ഫോണിലേക്ക് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്നു. ഹലോ, ഇത് മീരയാണോ? അതെ, ആരാ? ഞാൻ മനോജാണ്, മനുവിൻ്റെ ഏട്ടൻ. എന്താ ഏട്ടാ? പറഞ്ഞോ. മോളെ, നിന്നെ അവൻ ചതിക്കുവാണ്. അവനൊരു സംഗീതയുടെ കാര്യം പറഞ്ഞില്ലേ, അത് അവൻ്റെ തന്നെയാണ്. പിന്നെ അവൻ്റെ കല്യാണം ഉറപ്പിച്ചു, വരുന്ന 11-നാണ്. ഇനിയും നീ അവനെ പ്രതീക്ഷിച്ചിരിക്കരുത്. എന്നോട് അവൻ നിന്നെ വിളിച്ച് കല്യാണക്കാരും പറയാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇനിയെങ്കിലും നീ സത്യം അറിയണമെന്ന് കരുതി. മീര ആകെ തകർന്നു പോയി. അവൾ ഒരു സംശയത്തോടെ മനുവിനെ വിളിച്ചു. മനുവേട്ടാ, ഞാൻ കേട്ടത് സത്യമാണോ? മനുവേട്ടൻ്റെ ഏട്ടൻ വിളിച്ചിരുന്നു. മനുവേട്ടന് കല്യാണമായെന്ന് പറഞ്ഞു. മീര, ഞാൻ പറഞ്ഞിട്ടാണ് ഏട്ടൻ വിളിച്ചത്. നമ്മുടെ കാര്യം വീട്ടിൽ സംസാരിച്ചപ്പോൾ ആരും സമ്മതിക്കുന്നില്ല. അമ്മാവൻ്റെ മകളെ തന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ഒരേ വാശി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സമ്മതിച്ചു. അപ്പോൾ സംഗീതയോ? സംഗീതയോ? അതെ. എന്താ?
ഞാൻ അറിയില്ലെന്ന് കരുതിയോ? നിങ്ങൾ ചെയ്തത് ഏട്ടൻ്റെ തലയിൽ വെച്ച് കെട്ടിയത് അല്ലേ? ആ, അത് ഒരു അടഞ്ഞ അധ്യായമാണ്. അത് കഴിഞ്ഞു. പിന്നെ നീ സങ്കടപ്പെടേണ്ട. കല്യാണം കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ കാണും, സംസാരിക്കും. നിന്നോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു പോകത്തൊന്നുമില്ല. അവളൊന്നും അറിയാനും പോകുന്നില്ല. വെച്ചിട്ട് പോടാ. ഇനി മേലാൽ എന്നെ വിളിക്കുകയോ എൻ്റെ കൺമുന്നിൽ വരികയോ ചെയ്യരുത്. വന്നാൽ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. മീര അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പൊട്ടിക്കരഞ്ഞു. അവൾ പോയാൽ അപ്പവും അമ്മയും തനിച്ചാകും. അവൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് 4 വർഷമാകുന്നു. ആണുങ്ങളെ അവൾക്ക് പേടിയാണ്. വീണ്ടും ചതിക്കപ്പെട്ടാലോ എന്ന് കരുതി. സാർ ഒന്ന് ആലോചിച്ചു നോക്ക്. അവൾക്കിത് വേണമെങ്കിൽ മറച്ചു വെച്ച് സാറിൻ്റെ കൂടെ വരാമായിരുന്നു. പക്ഷെ അവൾക്ക് ആരെയും ചതിക്കാൻ കഴിയില്ല. അവൾ അത്രയ്ക്ക് പാവമാണ് സാർ. ഗോകുൽ കുറച്ചു നേരം ആലോചിച്ചു നിന്നു. അനു, എന്താ സാർ? നിങ്ങൾ നാളെ മുതൽ കടയിലേക്ക് വന്നോളൂ. ഇല്ല സാർ, ഞങ്ങളിനി അങ്ങോട്ടില്ല. ഷീല മേഡത്തിൻ്റെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. ഷീലയെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് പകരം അനുവിന് ആ പോസ്റ്റ് തരാം. എന്താ, പറ്റില്ലേ? അത് സാർ, അപ്പോൾ മീരയും കടയിലേക്ക് വരട്ടെ. അവളുടെ മുൻപത്തെ സ്ഥാനം തന്നെ നമുക്ക് കൊടുക്കാം. എന്താ? അത് വേണ്ട സാർ. എങ്കിൽ ഞാനും അവളുടെ കൂടെ നിന്നോളാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും നാളെ കടയിലേക്ക് വരൂ. ശരി സാർ. ഗോകുൽ യാത്ര പറഞ്ഞു പോയി. അനു കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നു. എന്നിട്ട് നേരെ മീരയുടെ വീട്ടിലേക്ക് പോയി. അനു പോയതിന് ശേഷം മീര പുറത്ത് വാതിൽപ്പടിയിൽ ചാരി തന്നെ ഇരിക്കുകയായിരുന്നു. അനുവും അവളെ മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിച്ച് കുറേ കരഞ്ഞു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് അറിയില്ല. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ അവൾക്ക് മുന്നിലൂടെ മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ അവളെ സ്പർശിച്ചത് അറിഞ്ഞു. അവൾ ഞെട്ടി കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന അനുവിനെ കണ്ട് ഒരു കരച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ചു. പോടി, ഞാൻ നിന്നോട് മിണ്ടില്ല. നീ എന്നോട് വിട്ടുപോയില്ലേ? മീര കള്ളപരിഭവം നടിച്ചു. ഞാനിനി ഇങ്ങോട്ട് വരണ്ടായിരുന്നു കരുതിയതാണ്. പിന്നെ വിചാരിച്ചു ഞാൻ പോയാൽ നീ ഒറ്റയ്ക്കായി പോവില്ലേ എന്ന്. അതുകൊണ്ട് വന്നതാണ്. ഓ, ഞാൻ ഒറ്റപ്പെട്ട നിനക്കെന്താ? അല്ലേലും ഞാൻ എന്നും ഒറ്റയ്ക്ക് തന്നെയല്ലേ. അപ്പോൾ ഞാനോ? എന്നെ നീ കളഞ്ഞോ? ആടി, കളഞ്ഞു. രണ്ടുപേരും കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ഡി, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ കൂടിയാണ് വന്നത്. ഞാൻ ഗോകുൽ സാറിനെ കണ്ടിരുന്നു. നമ്മളോട് വീണ്ടും കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു ഷീല മേഡത്തിൻ്റെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യെന്ന്. അപ്പോൾ സാറ് പറയുക അവരെ അങ്ങ് പറഞ്ഞു വിടാം, പകരം ആ ജോലി എൻ്റെ അടുത്ത് ചെയ്തോളാൻ. ആഹാ, അപ്പോൾ നീ രക്ഷപ്പെട്ടല്ലോ. ഒന്ന് പോടി. ഞാൻ പറഞ്ഞു നിൻ്റെ കൂടെ സെയിൽസിൽ നിന്നോളാമെന്ന്. അപ്പോൾ മറ്റേ കടയിലോ? നമുക്കതങ്ങ് കളയാം. ഇവിടെ തന്നെ പോകാം. എന്താ? നിൻ്റെ ഇഷ്ടം. പിന്നെ നീ സാറ് പറഞ്ഞ ജോലി ചെയ്താൽ മതി. കേട്ടല്ലോ? നീ അത് ഏറ്റെടുത്താൽ എല്ലാവർക്കും അതൊരു ആശ്വാസമാകും. നമുക്ക് നോക്കാം. രാവിലെ തന്നെ മീരയും അനുവും വീണ്ടും കടയിലെത്തി. ഷീലയെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവർ സെയിൽസിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും ഗോകുൽ കടയിലേക്ക് വന്നു. ഇന്ന് അവൻ കുഞ്ഞിനെയും കൊണ്ടാണ് കടയിലേക്ക് വന്നത്. സ്റ്റാഫെല്ലാം അവൻ അതിശയത്തോടെ നോക്കി. ഷീലേ, എന്താ സർ? മുകളിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാഫിനോടും താഴേക്ക് വരാൻ പറയൂ. ഷീല വേഗം മുകളിലേക്ക് പോയി എല്ലാവരെയും താഴേക്ക് വിളിച്ചു. ഡി, എന്താടി? മീര സംശയത്തോടെ ചോദിച്ചു. അറിയില്ലടി, വാ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും എത്തിയല്ലോ. എനിക്ക് നിങ്ങളോടായി ഒരു കാര്യം പറയാനുണ്ട്. ഇതെൻ്റെ മകനാണ് കണ്ണൻ. ഇവന് 4 മാസം പ്രായമുണ്ട്. ഇവൻ്റെ അമ്മ ഇവനെ പ്രസവിച്ചോടെ മരിച്ചു. ഇവനെ നോക്കാൻ ആരുമില്ല. അമ്മയ്ക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഇനി മുതൽ ഇവനും എൻ്റെ കൂടെ കാണും. ഇവിടെ ഇവനെ ഞാൻ ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവനെ നോക്കുന്ന ആൾ ഇവിടെ വേറെ ഒരു ജോലിയും ചെയ്യണ്ട. അവരെ അവരുടെ ലോകത്തേക്ക് അങ്ങ് വിട്ടേക്കുക. പിന്നെ ഞാൻ ഇത് തുറന്നു പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിൽ ഒരു സംസാരം വേണ്ടെന്ന് കരുതിയാണ്. ഇപ്പോൾ അനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. സാർ രണ്ടും കൽപ്പിച്ച് തന്നെയാ. നീ എന്താടി പിറുപിറുക്കുന്നേ? ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ മീരെ? ഗോകുൽ മീരയ്ക്കടുത്തേക്ക് നടന്നു. പിടിക്ക്. എന്താ? മോനെ പിടിക്കടി. അവൾ അറിയാതെ തന്നെ കൈനീട്ടി ആ കുഞ്ഞിനെ വാങ്ങി. അവൾ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഒന്നും അറിയാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇനി അടുത്തതായി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ട്, ഷീലയ്ക്കെല്ലാം കൂടെ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരാളെ കൂടി നിയമിക്കുകയാണ്. അത് നിങ്ങളിൽ ഒരാൾ തന്നെയാണ്, അനു. ഗോകുൽ ഉറക്കെ വിളിച്ചു. അനു ഓടി ഗോകുലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി മുതൽ ഇവളായിരിക്കും ഒരു സൂപ്പർവൈസർ. പിന്നെ ഞാനിവിടെ ഇല്ലാത്ത സമയം ഇവളായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഷീലയ്ക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി സർ.
മനസ്സിലായി. അപ്പോൾ ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും അനുവിനോട് ചോദിച്ചാൽ മതി. ശരി സാർ. ഷീലയുടെ മുഖം ആകെ വിളറി വെളുത്തു. മറ്റുള്ള സ്റ്റാഫുകളുടെ മുഖത്ത് ഒരു സന്തോഷം വന്നു. എന്നാലും ചിലർക്ക് അസൂയയും തോന്നി. ഓക്കെ, ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. മീരെ, ഓ എൻ്റെ കൂടെ വാ. അവൾ വീണ്ടും അനുവിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. പൂടി, അവൾ ആക്ഷൻ കാണിച്ചു. എല്ലാ സ്റ്റാഫും അതിശയിച്ച് അവരെ നോക്കി. ഗോകുൽ എല്ലാവരെയും ഒന്ന് കണ്ണടച്ചു കാണിച്ചു. മീര ഒന്ന് മടിച്ചു നിന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മീര വരുന്നില്ലേ? ആ വരുന്നു സാർ. മീര കൂടെ ചെന്നു. ഗോകുൽ റൂം തുറന്ന് അകത്ത് കയറി. പിറകെ കയറിയ മീര ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. കണ്ണുമിഴിച്ച് നിൽക്കുന്ന മീരയെ ഗോകുൽ ഒന്ന് നോക്കി. ഇതൊക്കെ ഇന്നലെ സെറ്റ് ചെയ്തതാണ്. ഗോകുൽ ഇരിക്കുന്നതിന് കുറച്ച് മുന്നിലായി ഒരാൾക്ക് കിടക്കാൻ പാകത്തിലുള്ള ബെഡ്. അത് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനടുത്തായി കുഞ്ഞിനെ കിടത്താൻ ഒരു തൊട്ടിൽ. മീരയ്ക്ക് ആ കട്ടിൽ യൂസ് ചെയ്യാം. എനിക്കോ? എനിക്കെന്തിനാ സാർ കട്ടിലൊക്കെ? മീരയ്ക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മകനും കൂടിയാണ്. മീര മോനെ അവിടെ കിടത്തി അവനെ അടുത്തിരുന്നാൽ മതി. പിന്നെ ഇടയ്ക്ക് അവൻ ഉണരുമ്പോൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ മോനെയും കൊണ്ട് എൻ്റെ കൂടെ പുറത്തൊക്കെ വരേണ്ടി വരും. അത് പറ്റില്ല സാർ. സാർ മോനെയും കൊണ്ട് പോയാൽ മതി. ഞാൻ എങ്ങനെയാടോ തനിച്ച് ഇവനെയും കൊണ്ടു പോകുന്നത്? അതുകൊണ്ട് തന്നെ കൂടെ വിളിച്ചേ. മീരയുടെ കയ്യിൽ നിന്നും കുഞ്ഞൊന്ന് ചിണുങ്ങി. മീര കുഞ്ഞിനെ കയ്യിൽ ചെരിച്ച് കിടത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിഷ്കളങ്കമായ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ അവളെ തന്നെ മറന്നു. അവിടെ ഗോകുൽ നിൽക്കുന്നത് പോലും മറന്നുപോയി. അവൾ അവനെ മാറോട് അടക്കി പിടിച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിൽ അരുമയായി ഒരു കുഞ്ഞു മുത്തം നൽകി. കുഞ്ഞ് പുതുമയുള്ള ആ മുഖം ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അവളെ നോക്കി പുഞ്ചിരിച്ചു. ഗോകുലിന് അതിശയം തോന്നി. അവരെ അവരുടെ ലോകത്തേക്ക് വിട്ടിട്ട് ഗോകുൽ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെ അപ്പോഴാണ് ഗോകുൽ കണ്ടത്. സാർ, ഒന്ന് വരുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് മാറി നിന്നു. സാറിൻ്റെ പ്ലാനിങ് എനിക്ക് മനസ്സിലായി. എങ്ങനെയും മീരയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. മോനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് അല്ലേ? അത് അനു, ഇവനെ കയ്യിൽ കിട്ടിയ അന്നു മുതൽ ഇവനെ മാത്രം നോക്കി വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ. അമ്മയുടെ കയ്യിൽ പോലും ചില നേരത്ത് ഇവൻ ഇരിക്കില്ല. എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. അച്ഛൻ മീരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും ശരിയാകില്ലെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ എനിക്ക് വിശ്വാസമാകാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. മീരയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വീണയുടെ സാമീപ്യം അനുഭവപ്പെട്ടു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഷീല വന്ന് പരാതി പറഞ്ഞപ്പോൾ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അതിനൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളെ എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ അമ്മയാക്കണമെന്ന്. പക്ഷേ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചതും ഇവൾ തന്നെയാണ്. അവൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. നീ ഇന്നലെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എൻ്റെ മോന് ഇവളെ മതിയെന്ന്. പിന്നെ അനു പറഞ്ഞു പരിശുദ്ധി. അത് ഒരു പെണ്ണിനു മാത്രമല്ലല്ലോ വേണ്ടത്, ആണിനും അത് വേണ്ടേ? അപ്പോൾ ഞാനും മീരയും ഒരുപോലെയല്ലേ? അവളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം അത് കഴിഞ്ഞു പോയൊരു സ്വപ്നമായി തന്നെ പോട്ടെ. ഞാൻ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി മുന്നോട്ടുള്ള കാര്യം നോക്കിയാൽ മതിയല്ലോ. ഇനി ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അത് അവൻ തന്നെ വിചാരിക്കണം. എൻ്റെ മകൻ അല്ല, എൻ്റെയും മീരയുടെയും മകൻ. ഗോകുൽ അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അനു അയാളെ തന്നെ നോക്കി നിന്നു. അങ്ങനെ ഒരു പകൽ മൊത്തം മീര കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിച്ചു. ഗോകുൽ രാവിലെ പോയത് പിന്നെ തിരിച്ചു വന്നത് മീര ഇറങ്ങാൻ സമയമായപ്പോഴാണ്. കുഞ്ഞിനെ തിരികെ കൊടുക്കുമ്പോൾ അറിയാതെ അവളുടെ നെഞ്ചകം ഒന്ന് തേങ്ങിയോ. കുഞ്ഞ് ഗോകുലുവിൻ്റെ കയ്യിൽ ചെന്നതും കരച്ചിൽ തുടങ്ങി. അവൾ കുഞ്ഞിനായി കൈ നീട്ടിയതും അവൻ അത് കണ്ടില്ലെന്ന ഭാവത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. കടയിൽ നിന്നും വീട്ടിലേക്ക് പോയപ്പോൾ മീരയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. വീട്ടിൽ ചെന്ന് ചെയ്യുന്ന ജോലിയിലൊന്നും അവൾക്ക് ശ്രദ്ധ കിട്ടിയില്ല. ഉറങ്ങാൻ കിടന്നിട്ടും ആകൊരു വല്ലായ്മ പോലെ. കണ്ണടയ്ക്കുമ്പോൾ കരയുന്ന കുഞ്ഞിൻ്റെ മുഖമാണ് കാണുന്നത്. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. തണുത്ത കാറ്റ് അവളെ തഴുകി കടന്നുപോയി. ആ ഇരുട്ടിലും ആകാശത്ത് കാണുന്ന ചന്ദ്രനെ അവൾ കണ്ണുമയ്ക്കാതെ നോക്കി നിന്നു. അറിയാതെ ഗോകുലിൻ്റെ കുഞ്ഞിൻ്റെയും മുഖം മനസ്സിലേക്ക് ഓടി വന്നു. വീണ്ടും കുഞ്ഞിനെ അവൾക്ക് കാണാൻ തോന്നി. അവനെ വാരി നെഞ്ചോട് ചേർക്കാൻ തോന്നി. എത്രയും വേഗം ഒന്ന് നേരം വെളുക്കണേ എന്നവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. എങ്ങനെയൊക്കെയോ ആ രാത്രി അവൾ തള്ളി നീക്കി. നേരം വെളുത്തതും എന്നും കാണാത്തൊരു ഉത്സാഹം കണ്ട് അപ്പു അവളെ നോക്കി. ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും ആലോചനയും. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ചേച്ചി ചേച്ചി അപ്പു അവളെ കുലുക്കി വിളിച്ചു. എന്താടാ? അല്ല ചേച്ചി, എന്തിനാ വെറുതെ ചിരിക്കുന്നേ? ഞാനോ? ഞാൻ എപ്പോൾ ചിരിച്ചു? നിനക്ക് തോന്നുന്നതാ. പോടാ ചെക്ക, നീയേ സ്കൂളിൽ പോകാൻ നോക്ക്. അവൾ അപ്പുവിനെ ഓടിച്ചു വിട്ടു. അവൾ ജോലി ഒതുക്കി വേഗം കടയിലേക്ക് പോയി. ഇന്നവൾ കുറച്ച് നേരത്തെ കടയിലെത്തി. ഗോകുൽ എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞതും അവൾക്ക് സങ്കടം തോന്നി. അവൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. മീരേ, എന്താടി?
അല്ല, നീ ഇതാരെയാ നോക്കി നിൽക്കുന്നേ? ഞാനോ? ഞാൻ ആരെ നോക്കാനാ? നിനക്ക് വെറുതെ തോന്നണതാ. നീ നിന്റെ ജോലി നോക്ക് പെണ്ണെ, അവൾ അനുവിനോട് പറഞ്ഞു. പെട്ടെന്ന് ഗോകുലിൻ്റെ കാർ മുന്നിൽ വന്ന് നിന്നതും മീര അകത്തേക്ക് വലിഞ്ഞു. ഗോകുൽ മോനെയും കൊണ്ട് അകത്തേക്ക് കയറി. മീരയെ കണ്ടിട്ടും കാണാത്തതുപോലെ മുകളിലേക്ക് പോയി. മീരയ്ക്ക് ആകെ സങ്കടം വന്നു. അവളും മുകളിലേക്ക് ചെന്നു. അവൾ ചെല്ലുമ്പോൾ ഗോകുൽ കുഞ്ഞിനെ ബെഡിൽ കിടത്തി അവൻ്റെ സീറ്റിൽ വന്നിരുന്നു. അവളൊന്ന് മടിച്ചു നിന്നതിന് ശേഷം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. സാർ? ഗോകുൽ മുഖമുയർത്തി മീരയെ ഒന്ന് നോക്കി. ഇന്നലെ ഇവൻ കുറേ കരഞ്ഞോ? കുഞ്ഞുങ്ങളാവുമ്പോൾ കരയില്ലേ മീരെ? കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അമ്മയുടെ സാമീപ്യമല്ലേ വേണ്ടത്? അവനതില്ലല്ലോ, അപ്പോൾ കുറച്ച് കരഞ്ഞോട്ടെ. അത്രയും പറഞ്ഞ് അവൻ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അവൻ്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ തറച്ചു. കുഞ്ഞുണർന്നതും മീര കളിപ്പിക്കുന്നതും പാൽക്കുപ്പിയിൽ അവന് പാല് കൊടുക്കുന്നതും പിന്നെ അവനെ ഉറക്കം വന്നപ്പോൾ അവനെ നെഞ്ചോട് ചേർത്ത് ഉറക്കുന്നതും എല്ലാം അവൻ നോക്കി കണ്ടു. അന്ന് വൈകിട്ടും കുഞ്ഞിനെ ഗോകുലിൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴും കുഞ്ഞ് കുറച്ചു നേരം കരഞ്ഞു. അവൾ സങ്കടത്തോടെ തിരികെ വീട്ടിലേക്ക് പോന്നു. ഒരാഴ്ച അതിവേഗം കടന്നുപോയി. വൈകുന്നേരം കടയിൽ നിന്ന് ഇറങ്ങാൻ നേരം കുഞ്ഞ് നിർത്താതെ കരച്ചിലായിരുന്നു. ഗോകുൽ എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല. സാർ, മോനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? അവൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം മോനെ അവളുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തു. കൊണ്ടുപോയിക്കോ. അവളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. വഴിവക്കിൽ ഉണ്ടായിരുന്നവർ അവൾ അതിശയത്തോടെ നോക്കി. ചോദിക്കുന്നവരോട് ഒരു പുഞ്ചിരിയിൽ അവളുടെ മറുപടി ഒതുക്കി. വീട്ടിലേക്ക് പോയപ്പോഴും കണ്ടു അപ്പോൾ അതിശയത്തോടെ നോക്കി നിൽക്കുന്നത്. ആരുടെ ചേച്ചി ഈ കുഞ്ഞ്? അവൾ അവനോട് കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു. ചേച്ചി, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാടാ? അറിയില്ല ചേച്ചി, അമ്മയെ നോക്കാൻ വന്നതാന്നാ പറഞ്ഞത്. ഏതോ ഗോകുൽ സാർ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞു. എടാ, ഈ ഗോകുൽ സാറാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ. ഓ, അങ്ങനെയാണോ? അപ്പോൾ ചേച്ചി ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇവിടെ വന്ന സ്ത്രീ അമ്മയെയും ഇവിടുത്തെ കാര്യങ്ങളും നോക്കും അല്ലേ? ചേച്ചിക്ക് എന്താ അയാളെ കല്യാണം കഴിച്ചാൽ കുഴപ്പം? നാളെ ചേച്ചിക്കും ഒരു ജീവിതം വേണ്ടേ? ഇവനെ എന്നും ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നാൽ ആളുകൾ എന്തു പറയും? പിന്നെ കുഞ്ഞ് ഇവിടെ ആകുമ്പോൾ ആ സാറ് ഇടയ്ക്ക് ഇങ്ങോട്ട് വരില്ലേ ഇവനെ കാണാൻ? അപ്പോഴും പേരുദോഷം ചേച്ചിക്ക് തന്നെയായിരിക്കും. ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കല്യാണത്തിന് ചേച്ചി സമ്മതിക്കേ. അത് പറ്റില്ലപ്പോ, അതൊന്നും ശരിയാകില്ല. പിന്നെ ആളുകൾ എന്തു വേണോ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. നിനക്കെന്നെ മനസ്സിലാക്കുമല്ലോ, അതുമാത്രം മതി. നീ ഇവനെ കുറച്ചു നേരം നോക്കിക്കേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവൻ ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി അതിനുശേഷം അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അവൾ അകത്തേക്ക് പോയി. അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സിനെ പരിചയപ്പെട്ടു. ഒരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ. മോളാണോ മീര? അതെ ചേച്ചി, ഞാൻ ഗോകുൽ സാർ പറഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ പേര് സിന്ധു. അപ്പു പറഞ്ഞു ചേച്ചി, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അവിടെ സിന്ധു നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മോൾ ഇങ്ങോട്ട് വരണ്ട, കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അവളൊന്ന് തലയാട്ടി. അപ്പുവിൻ്റെ അടുത്തേക്ക് പോയി. പുറത്ത് കിടന്ന കസേരയിൽ ഇരിക്കുന്ന അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി, ഇവൻ ആളും എടുക്കണ കേട്ടോ. മീരയെ കണ്ടതും കുഞ്ഞ് എടുക്കാനായി അവളെ ഒന്ന് നോക്കി. അവളൊരു അമ്മയാവുകയായിരുന്നു. മീര കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ചേച്ചി, എൻ്റെ വലിയ സ്വപ്നമായിരുന്നു പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് വീട്ടിലൊരു ജോലിക്കാരിയൊക്കെ നിർത്തണമെന്ന്. അത് ഇത്ര വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. പോടാ, അവർ നാളെയോ മറ്റന്നാളോ അങ്ങ് പോവും. അതുകൊണ്ട് എൻ്റെ പുന്നാരനിയൻ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് ഒരു ജോലിക്കാരിയെ വെക്കാൻ നോക്ക്. ആ, ഞാൻ പഠിച്ച് ജോലി വാങ്ങിക്കണം ഒന്നുമില്ല. ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാൽ മതി. പോടാ. അവൾ അവനെ അടിക്കാനായി കയ്യോങ്ങി. അവൻ ഓടി അകത്തേക്ക് കയറി. ചേച്ചി, ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ അകത്ത് നിന്ന് വിളിച്ചു കൂവി. രാത്രി കുഞ്ഞൊന്ന് കരഞ്ഞു. മീര അവനെയും എടുത്ത് പുറത്തേക്കിറങ്ങി. കുറച്ചു നേരം അവനെ കൊണ്ട് നടന്നു. പെട്ടെന്ന് അവളുടെ വീടിന് തൊട്ടടുത്തായി ഒരു കാറ് വന്നു നിന്നു. ഇതാരാ ഈ സമയത്ത്? അവൾ സംശയത്തോടെ ഒന്ന് നോക്കി. പെട്ടെന്ന് ഗോകുൽ അകത്തേക്ക് കയറി വന്നു. നിങ്ങൾ കിടന്നില്ലായിരുന്നോ? എനിക്കാണെങ്കിൽ മോനില്ലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ. ഇത്രയും നാളും എൻ്റെ നെഞ്ചിൽ കിടന്ന അവൻ ഉറങ്ങിയത്. ഒരു ദിവസം ഒന്ന് മാറിയപ്പോൾ എന്തോ ആകെ ഒരു... ഗോകുൽ അവനെ കയ്യിൽ വാങ്ങി നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ കാറിലുണ്ടാകും, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. അയ്യോ, അത് വേണ്ട സാർ. സാർ തിരിച്ചു പൊയ്ക്കോളൂ പ്ലീസ്. എനിക്ക് പറ്റില്ല മീരെ. ഇവൻ ഇവിടെയല്ലേ ഉള്ളത്, അപ്പം ഞാനും ഇവിടെയല്ലേ വേണ്ടത്. എന്തായാലും എനിക്ക് അകത്ത് വന്ന് കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്ത് കാറിൽ തന്നെ കിടന്നോളാം. ഗോകുൽ തിരികെ കാറിനടുത്തേക്ക് പോയി. ഡോറ് തുറന്ന് അകത്ത് കയറി സീറ്റ് ശരിയാക്കി വെച്ച് കാർ ലോക്ക് ചെയ്ത് കിടന്നു.
മീര കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം മോനെയും കൊണ്ട് അകത്തേക്ക് കയറി. രാവിലെ മീര ഉറക്കമുണർന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഗോകുലിനെയാണ്. അവൾ കുഞ്ഞിനെ ഒന്ന് നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. അവൾ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. മീര കതക് തുറന്ന് പുറത്തേക്കിറങ്ങി കാറിലേക്ക് നോക്കുന്നത് ഗോകുൽ കണ്ടു. അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. അവൾക്കടുത്തേക്ക് ചെന്നു. ഞാനെന്നാ പോകുവാണ് മീരെ. പിന്നെ നീ ഇനി ഓഫീസിലേക്ക് വരണ്ട. മോനെയും നോക്കി ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ ചിലവിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, ഞാൻ നോക്കിക്കോളാം. അവൾക്കെന്തോ അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും അവൾ ഒന്നും മിണ്ടാതെ തലയാട്ടിക്കേട്ടു. ഗോകുൽ യാത്ര പറഞ്ഞു പോയി. പോകെ പോകെ ഇത് പതിവായി. മീര ഓഫീസിലേക്ക് പോകാതെയായി. അവൾ കുഞ്ഞിനെയും നോക്കി വീട്ടിൽ തന്നെ ഇരുന്നു. ഗോകുൽ അവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നോക്കി. ഗോകുൽ രാത്രി സമയങ്ങളിൽ മീരയുടെ വീടിനോട് ചേർന്ന് കാറിൽ വന്ന് കിടക്കും. മീരയ്ക്കിപ്പോൾ കുഞ്ഞിനെ പിരിയാൻ പറ്റില്ല എന്ന അവസ്ഥയായി. കുഞ്ഞിനും അതേ അവസ്ഥയായിരുന്നു. മീരയാണ് അവൻ്റെ അമ്മ. മീരയെ കാണാൻ പലരും രാത്രി സമയങ്ങളിൽ വന്നു പോകുന്നു എന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു. അപ്പു അവളെ വഴക്കു പറയുന്നതും പതിവായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അനു അവളെ കാണാൻ വന്നു. നിനക്ക് സുഖമാണോ മീരെ? സുഖമാണ് പെണ്ണെ. നീ കടയിൽ വരാത്തതുകൊണ്ട് ബോറടിയാണടി. പിന്നെ ആ ശീലയ്ക്ക് ഞാൻ ഇടയ്ക്കൊക്കെ പണി കൊടുക്കാറുണ്ട്. പിന്നെ മോൻ എന്തു പറയുന്നു? അവൾ മീരയുടെ കയ്യിലിരുന്ന് കളിക്കുന്ന കുഞ്ഞിനെ വാങ്ങി. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ കൂടിയാണ് വന്നത്. എന്താടി? നിൻ്റെ കാര്യങ്ങളൊക്കെ ഗോകുൽ സാറിന് അറിയാം. മനസ്സിലായില്ല? ഞാൻ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ സാറിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിനുശേഷം ആണ് സാറ് മോനെയും കൊണ്ട് കടയിൽ വരാൻ തുടങ്ങിയത്. അത് വേണ്ടായിരുന്നു അനു. എനിക്കത് വേണമെന്ന് തോന്നി. നീ എത്ര കാലം ഇങ്ങനെ നിൽക്കും മീരെ? മീരെ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് നീ കേൾക്കണം. അപ്പു എന്നെ വന്ന് കണ്ടിരുന്നു. ആളുകൾ ഇപ്പോൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ അതൊക്കെ മാറും. പിന്നെ എല്ലാം അറിഞ്ഞിട്ടും സാർ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതാനു, അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. പറയുന്നവർ പറഞ്ഞോട്ടെ. അങ്ങനെ നിനക്ക് എങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ പറ്റും മീരെ? പുറത്തിറങ്ങി നടക്കുന്നത് അപ്പു അല്ലേ? അപ്പോൾ അവനെ കാണുമ്പോൾ ആളുകൾ ഓരോന്നും പറയില്ലേ? അവനത് നാണക്കേടല്ലേ? നീ ഇനി മറുത്തൊരു വാക്കും പറയല്ലേ. ഞാൻ സാറിനോട് പറയാൻ പോവുകയാ നിനക്ക് സമ്മതമാണെന്ന്. വീണ്ടും പേരുദോഷം കൂട്ടി വെക്കുന്നതിനേക്കാളും അതാ നല്ലത്. പിന്നെ എത്ര കാലം നീ ഈ കുഞ്ഞിനെ നോക്കും? ഇവൻ വളർന്ന സാറ് കൊണ്ടുപോകില്ലേ? അപ്പോൾ നീ വീണ്ടും തനിച്ചാകില്ലേ? അത് വേണ്ടാനോ, അത് ശരിയാകില്ല. വേണം. നീ ഒന്നുകൂടി ആലോചിക്കേ. എന്നിട്ട് ഇന്ന് രാത്രിക്കകം എനിക്ക് മറുപടി തരണം. അനു കുഞ്ഞിനെ തിരികെ കൊടുത്ത് അവൾ പോയി. മീര ആകെ വല്ലാത്തൊരവസ്ഥയിലായി. വൈകുന്നേരം അപ്പു വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ വഴക്കാണ് വീട്ടിൽ. ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. ആളുകൾ ഓരോന്നും പറയുന്നു. ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അപ്പു തീർത്തു പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. കുറച്ചു നേരത്തെ ആലോചനയ്ക്കൊടുവിൽ മീര പറഞ്ഞു. ഇനി ഞാൻ കാരണം ആർക്കും നാണക്കേട് വരണ്ട. അപ്പു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ ഫോണെടുത്ത് അനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അനു അപ്പോൾ തന്നെ ഗോകുലിനെ വിവരം അറിയിച്ചു. പിന്നീട് അങ്ങോട്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു. വലിയ ആർഭാടവും ആകാതെ ചെറിയ രീതിയിൽ കുറച്ച് നാട്ടുകാരെ വിളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാൻ തീരുമാനിച്ചു. ഗോകുലും അവൻ്റെ അച്ഛനും കൂടി അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. മീരയ്ക്ക് വേണ്ടിയുള്ള ആഭരണങ്ങളും സാരിയും ഗോകുൽ നേരത്തെ തന്നെ വാങ്ങി അനുവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. നാളെയാണ് മീരയുടെയും ഗോകുലിൻ്റെയും കല്യാണം. മീരയുടെ ടെൻഷൻ കാരണം അനു ഇന്നേ മീരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കല്യാണ വീട്ടിൽ ഓരോരുത്തരായി വന്നുപോയിക്കൊണ്ടിരുന്നു. മീരയ്ക്ക് കിട്ടിയ സൗഭാഗ്യമറിഞ്ഞ് ആളുകൾ അടക്കം പറഞ്ഞു. ഗോകുലിനെ മീര കറക്കിയെടുത്തതാണ് എന്ന് വരെ പറഞ്ഞു. നീ ഇതൊന്നും കേട്ട് വിഷമിക്കരുത്. ആളുകൾക്ക് കുശുമ്പ് കൊണ്ട് പറയുന്നതാണ്. അനു അവൾക്ക് ഒരു താങ്ങായും തണലായും അവളുടെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു. അനു രാവിലെ തന്നെ മീരയെ ഒരുക്കാൻ തുടങ്ങിയതാണ്. അനു, മോനെവിടെ? അവൻ നിൻ്റെ ശാന്തേച്ചിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നിന്നെ കാണാൻ എന്ത് ചന്തമാ പെണ്ണെ. ഗോകുൽ സാറ് കണ്ണെടുക്കില്ല. മീര ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. മീരെ, നീ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നീ ഒരു ഭാര്യയാകും. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഭാര്യ എന്ന പദവിക്ക് ഒരുപാട് കടമകളുണ്ട്. നീ ആ വീട്ടിൽ വലത് കാല് വെച്ച് കയറുമ്പോൾ അവിടുത്തെ വിളക്കായി, അവിടുത്തെ അമ്മയ്ക്ക് മകളായി, പിന്നെ ഗോകുൽ സാറിൻ്റെ ഭാര്യയായി, കുഞ്ഞിനൊരമ്മയായി നീ ഒരിക്കലും സാറിനെ അകറ്റി നിർത്തരുത്. സാറിൻ്റെ എല്ലാ കടമകളും ചെയ്ത് നല്ലൊരു ഭാര്യയായി നീ കൂടെ നിൽക്കണം. തെറ്റ് പറ്റാത്തവരായി ഈ ലോകത്ത് ആരാ ഉള്ളത്? ഒരു കണക്കിന് നോക്കിയാൽ നീയും സാറും തുല്യ ദുഃഖിതരല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറവുകളുണ്ട്. ആ കുറവുകൾ നിങ്ങൾ രണ്ടുപേരും നികത്തി സന്തോഷത്തോടെ കഴിയണം. മീര എല്ലാം തലയാട്ടി കേട്ടു. ഇറങ്ങാൻ സമയമായി. ശാന്ത അങ്ങോട്ട് വന്നു പറഞ്ഞു. മീരയെയും കൊണ്ട് എല്ലാവരും ഇറങ്ങി. അമ്മയെ ഹോം നേഴ്സിൻ്റെ കൂടെയാക്കി
അപ്പുവും ഇറങ്ങി. അപ്പുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ആരെയും വിളിക്കില്ലെന്നാണ് ഗോകുൽ മീരയോട് പറഞ്ഞിരുന്നത്. എന്നാൽ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കൂട്ടം കണ്ട് അവൾക്ക് വീർപ്പുമുട്ടി. അവളുടെ നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു. കൃത്യം 11:45 ആ ശുഭമുഹൂർത്തത്തിൽ എല്ലാവരെയും സാക്ഷിയാക്കി ഗോകുൽ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. മീരയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണു. അനുവിൻ്റെയും അപ്പുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ആ കല്യാണം കാണാൻ അനു ഒരു അതിഥിയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ കല്യാണം അയാൾ മനസ്സിൽ ഒരു പുച്ഛത്തോടെ കൺകുളിർക്കെ കണ്ടു. അമ്പലത്തിലെ തന്നെ ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ചു കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞുപോയി. മീര അനുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത്. അത് കണ്ട് ഗോകുലിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. പെട്ടെന്ന് അവർക്കടുത്തേക്ക് നടന്നു വരുന്ന ആളെ കണ്ട് മീരയുടെ മുഖം ഭയത്താൽ താന്നുപോയി. മീരേ, തലയുയർത്തി നിൽക്ക്. ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ്. ആരുടെ മുന്നിലും നീ തല താഴ്ത്തേണ്ട ആവശ്യമില്ല. അയാൾ നടന്നു അവർക്കരികത്തേക്ക് വന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. അയാൾ അവൻ്റെ നേരെ കൈനീട്ടി. താങ്ക്സ്, അവൻ തിരിച്ചു പറഞ്ഞു. എന്നെ മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇവളോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. തനിക്ക് എച്ചിൽ കഴിക്കാനാണല്ലോ വിധി. മീരയ്ക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. സ്വയം കത്തിയെരിയാൻ തോന്നി. അത് ഞാൻ അങ്ങ് സഹിച്ചു മനു. പിന്നെ ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇനി താൻ പറഞ്ഞതിന് ഞാൻ മറുപടി തരാം. നിന്റെ വീട്ടിലൊരെണ്ണം ഉണ്ടല്ലോ, നിന്റെ ഭാര്യ. അവൾ എച്ചിലാണോ നല്ലതാണോ എന്ന് താൻ ഒന്ന് ആദ്യം അന്വേഷിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതേ ഞാൻ പറഞ്ഞിട്ടാണ്. ആണത്വമില്ലാതെ നിനക്ക് ഈ കാഴ്ച നേരിട്ട് കാണിച്ചു തരണമെന്ന് കരുതി. ഒരു പെണ്ണിനെ സ്നേഹിക്കുക, പിന്നെ അവളെ കീഴ്പ്പെടുത്തി ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുക. നിനക്കൊക്കെ എങ്ങനെ കഴിയുന്നു? നിനക്കുമില്ലേ അമ്മയും പെങ്ങന്മാരുമൊക്കെ? ഗോകുൽ മീരയെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഇവളെ ഞാൻ എല്ലാം അറിഞ്ഞു തന്നെയാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നീ പിന്നീട് ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് കരുതണ്ട. ഇപ്പോൾ മോൻ ചെല്ല്, ഒന്ന് നന്നായിട്ട് ഉറങ്ങിക്കോ. കഴിച്ചതെല്ലാം ഒന്ന് ദഹിക്കട്ടെ. മനു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വരണ്ടായിരുന്നു, അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. രാഹുകാലത്തിനു മുന്നേ മീരയെയും കൊണ്ട് ഗോകുൽ വീട്ടിലേക്ക് തിരിച്ചു. ഗോകുലിൻ്റെ അമ്മ ഭാമ വിളക്ക് കൊടുത്ത് അകത്ത് കയറ്റി. അവൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് പാർട്ടിയോ ഒന്നുമില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം അവൾക്കൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. ഗോകുലിൻ്റെ അമ്മ അവളെ മുകളിൽ അവൻ്റെ മുറിയിൽ കൊണ്ടാക്കി കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. മോള് പോയി ഒന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വാ. പിന്നെ മോൾക്കുള്ള ഡ്രസ്സെല്ലാം ആ അലമാരയിലുണ്ട്. അവൾ ആ റൂം ഒന്ന് നോക്കിക്കണ്ടു. ആ റൂം മാത്രം അവളുടെ വീടിൻ്റെ അത്രയുണ്ടെന്ന് തോന്നി അവൾക്ക്. കുറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം അലമാര തുറന്ന് അവൾക്കായി വാങ്ങി വെച്ചിരുന്ന ഒരു ചുരിദാറും എടുത്ത് അവൾ ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ചിറങ്ങി. ഇനി എന്ത് ചെയ്യും? താഴേക്ക് പോയാലോ? ഇവിടെ വന്നതിന് ശേഷം ഗോകുൽ സാറിനെ ഇതുവരെ കണ്ടില്ല. അവൾക്ക് അതൊരാശ്വാസമായി തോന്നി. അവൾ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. താഴെ ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അടുക്കള എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഗോകുലിൻ്റെ അമ്മ കുഞ്ഞിന് കുപ്പിയിൽ പാല് കൊടുക്കുന്നത് കണ്ടു. അവൾ അടുത്തേക്ക് ചെന്നു. മോള് വന്നോ? ഇവൻ വിശന്നിട്ട് കരച്ചിലായിരുന്നു. മീരയെ കണ്ടതും കുഞ്ഞൊന്ന് ചിണുങ്ങി. അവൾ കുഞ്ഞിനെ വാങ്ങി. നിന്നെ കണ്ടപ്പോൾ അവന് കരച്ചിലില്ലല്ലോ. മോളെ, എനിക്ക് വയ്യാതെയായി. ഇനി മോള് വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ. അവൾ തലയാട്ടി. പിന്നെ ഇവിടെ അടുക്കളയിൽ സഹായിക്കാൻ ഒരാൾ വരും. അതുകൊണ്ട് മോൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മീര പെട്ടെന്ന് തന്നെ അവരുമായി അടുത്തു. നേരം ഇരുട്ടും തോറും മീരയ്ക്ക് ടെൻഷനായി. 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഗോകുല് വന്ന് മുകളിലേക്ക് പോയി. ഗോകുലിൻ്റെ അമ്മ അവളെ സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് മുകളിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ മടിയോടെ റൂമിലേക്ക് കയറി. ആഹാ, മീരങ്ങ് വന്നോ? ഇതെന്താ കയ്യിൽ പാലൊക്കെ? ഇതൊന്നും വേണ്ടായിരുന്നടോ, അത് അമ്മ തന്നു വിട്ടതാ. എന്നാ അമ്മ സന്തോഷത്തോടെ മരുമകൾക്ക് തന്നതല്ലേ, താൻ പകുതി കുടിച്ചിട്ട് ബാക്കി തരൂ. അതെനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, കുടിക്കടോ. അവൾ പാൽ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് കുറച്ച് കുടിച്ചു. ബാക്കി അവൻ വാങ്ങി കുടിച്ചതിന് ശേഷം ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. പിന്നെ താൻ ഇങ്ങനെ പേടിക്കണ്ടടോ. തൻ്റെ സമ്മതമില്ലാതെ മീരയുടെ ദേഹത്ത് ഞാൻ കൈവയ്ക്കില്ല. താൻ എന്ന് പൂർണ്ണമായി എന്നെ ഉൾക്കൊള്ളുന്നുവോ അന്ന് മതിയെല്ലാം. പിന്നെ ഇത് വലിയ കട്ടിലാണ്. ഞാൻ ഇങ്ങേ അറ്റത്തും മീര അങ്ങേ അറ്റത്തും കിടന്നു. നമുക്ക് ഇടയിൽ മോൻ കിടക്കും. എന്താ ബുദ്ധിമുട്ടുണ്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഗുരുവായൂരിൽ കൊണ്ടുപോയി. അപ്പുവിനെയും മീരയെയും അമ്മയെയും ഗോകുലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. മീരയുടെ മനസ്സിൽ ഗോകുൽ സ്ഥാനം പിടിച്ചു തുടങ്ങി.
അവൻ്റെ ഓരോ കാര്യങ്ങളും അവൾ അറിഞ്ഞു ചെയ്തു തുടങ്ങി. ഒരിക്കൽ പോലും അവൻ അവളെ സങ്കടപ്പെടുത്തിയില്ല. ആ വീട്ടിൽ അവൾക്കൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അവൻ അടുത്തു വരുമ്പോൾ തന്നെ പൂത്തുലയും. അവൻ്റെ അഭാവം അവളെ ദുഃഖിതയാക്കും. അവൻ്റെ വരവും കാത്ത് വഴിക്കണ്ണുമായി അവൾ ഇരിക്കും. അവളുടെ ഓരോ നീക്കങ്ങളും അവൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവൾ പൂർണ്ണമായി അവനെ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കിയ ഒരു രാത്രി അവൻ അവളെ വാരിപ്പുണർന്നു. അവളിലെ പെണ്ണിനെ അവളുടെ സമ്മതത്തോടെ അവൻ സ്വന്തമാക്കി. 2 വർഷം അതിവേഗം കടന്നുപോയി. ഇന്നാണ് കണ്ണൻ്റെ പിറന്നാൾ. അവനിന്ന് 2 വയസ്സാകുന്നു. വീട് മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട്. അനു നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതലേ മീരയ്ക്കെന്തോ അസ്വസ്ഥത പോലെ. എന്നാലും അവൾ ഓരോ കാര്യത്തിനും ഓടി നടക്കുന്നുണ്ട്. അവൾക്ക് പിറകെ തന്നെ കണ്ണനുമുണ്ട്. അവളെ വിട്ട് എങ്ങോട്ടും പോകില്ല. ഇടയ്ക്ക് ഗോകുലിൻ്റെ കയ്യിൽ പോലും മീരയെ കാണുമ്പോൾ അവളുടെ ഇടുപ്പിൽ കയറിക്കോളും. പിറന്നാൾ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. കഴിക്കാനിരുന്നപ്പോൾ മീരയ്ക്കെന്തോ പോലെ തോന്നി. അകത്തേക്ക് വെച്ച ആഹാരം മുഴുവനും ഛർദ്ദിച്ചു. മീരെ, എന്തു പറ്റി? അറിയില്ല ഗോകുലേട്ടാ, രാവിലെ മുതൽ ഇങ്ങനെയാ. നീ വയറ്റിന്ന് പിടിക്കാത്ത എന്തെങ്കിലും ഫുഡ് കഴിച്ചോ? ഇല്ല ഏട്ടാ, ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. ഏട്ടാ, എനിക്ക് തല കറങ്ങുന്നത് പോലെ. പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ ബോധം കെട്ട് നിലത്തേക്ക് വീണു. മീരെ, ഡി കണ്ണു തുറക്കടി, ഗോകുൽ കുലുക്കി വിളിച്ചു. എന്താ, എന്തു പറ്റി? എല്ലാവരും അവർക്കടുത്തേക്ക് വന്നു. ഗോകുൽ പെട്ടെന്ന് അവളെ തൂക്കിയെടുത്ത് കാറിൽ കിടത്തി. അനുവും അപ്പും കൂടെ കയറി. അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഡോക്ടറിൻ്റെ റൂമിന് പുറത്ത് എല്ലാവരും അക്ഷമരായി കാത്തുനിന്നു. അകത്ത് ഡോക്ടർ മീരയെ പരിശോധിക്കുന്നുണ്ട്. കൂടെ അനുവുമുണ്ട്. പെട്ടെന്ന് ഡോക്ടർ ഡോർ തുറന്ന് വന്നു. ഡോക്ടർ, മീരയ്ക്ക് എങ്ങനെയുണ്ട്? മീരയുടെ ആരാണ്? ഞാൻ ഹസ്ബൻഡാണ്. ഓ, കൺഗ്രാജുലേഷൻസ്, താങ്കളൊരച്ഛനായിരിക്കുന്നു. സന്തോഷം കൊണ്ട് ഗോകുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ, എനിക്കൊന്ന് കാണാമോ? അതിനെന്താ, പോയി കണ്ടോളൂ. ഗോകുൽ അപ്പുവിനെ ഒന്ന് നോക്കി. അവനും സന്തോഷം കൊണ്ട് നിൽക്കുമായിരുന്നു. ഡാ, ഞാൻ വീണ്ടും ഒരു അച്ഛനായി. ഞാൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ തലയാട്ടി. ഗോകുൽ റൂമിനകത്തേക്ക് കയറി. ഗോകുലിനെ കണ്ടതും അനു എണീറ്റു. ചിലവുണ്ട് സാർ. പിന്നെന്താ, ചെയ്യാലോ. നീ ഒന്ന് പുറത്തു പോയേ, ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് കണ്ടോട്ടെ. ഓ, നമ്മൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ലേ? അവൾ പുറത്തേക്ക് ഇറങ്ങി. മീരെ, അവൻ അവൾക്കടുത്തായിരുന്നു. വയറിൽ അരുമയോടെ തലോടി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കൃത്യം 9 മാസത്തിന് ശേഷം ദേ ലേബർ റൂമിൻ്റെ പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ ഗോകുൽ. മീരയെക്കുറിച്ച് നേരമായി അതിനകത്ത് കയറ്റിയിട്ട്. ഗോകുലിൻ്റെ നടപ്പ് കണ്ടാൽ പറയും അവനാണ് പ്രസവിക്കാൻ പോകുന്നതെന്ന്. അപ്പുവും അനുവും ഗോകുലിൻ്റെ അച്ഛനും കൂടെ ഉണ്ട്. അവന് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. ഒന്നും സംഭവിക്കരുതേ എന്നവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഡോർ തുറന്ന് ഒരു നഴ്സ് പുറത്തേക്ക് വന്നു. മീര പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ഗോകുൽ ഓടി നഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നു. മീര. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും. അമ്മയെ 8 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. കുറച്ച് കഴിഞ്ഞതും പൊതിഞ്ഞു കെട്ടിയ ടവലിൽ മോളെ അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. മീരയുടെ അതേ മുഖം. അവൻ കുഞ്ഞു മീരയുടെ നെറ്റിയിൽ അരുമയായി മുത്തം വെച്ചു. അവൻ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പുവും അനുവും കയ്യിൽ വാങ്ങി. കുറച്ച് കഴിഞ്ഞതും നഴ്സ് കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി. 8 മണിക്കൂർ കഴിഞ്ഞു അമ്മയെയും കുഞ്ഞിനെയും വാർഡിലേക്ക് മാറ്റി. 3 ദിവസം കഴിഞ്ഞതും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിൻ്റെ നൂലുകെട്ടും ചോറൂണും എല്ലാം കഴിഞ്ഞു. 3 വർഷത്തിന് ശേഷം ഗോകുൽ ഇപ്പോൾ പലയിടത്തും ഷോപ്പുകൾ തുടങ്ങി. അതെല്ലാം അപ്പുവാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത്. അനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ഗോകുൽ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു. ഇപ്പോൾ അനു 6 മാസം പ്രഗ്നൻ്റ് ആണ്. 1 വർഷത്തിനു മുന്നേ മീരയുടെ അമ്മ മരിച്ചു. കണ്ണനിപ്പോൾ 6 വയസ്സ് കഴിഞ്ഞു. കിങ്ങിണിക്കിപ്പോൾ 3 വയസ്സും. രാവിലെ മീര ഒന്ന് ഛർദ്ദിച്ചിരുന്നു. ഗോകുൽ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഇനി എന്താകുമോ എന്തോ. ഇനി മീരയും ഗോകുലും അവരുടെ മക്കളും സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ, അല്ലേ? നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തോടെ ഈ കഥ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.